بسم الله الرحمن الرحيم يا من يرى يا من يرى مد البعوض جناحها في ظلمة الليل البهيم الأليل يا من يرى ويرى مناط عروقها في نحرها والمخ من تلك العظام النحل يا من يرى يا من يرى السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصره جهنم وساءت مصيرا. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ വാക്കുകൾ ശ്രദ്ധിക്കുന്ന നല്ലവരായ ശ്രോതാക്കളെ, നാട്ടുകാരെ, പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ വിധിവിലക്കുകളും സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ ഓരോന്നും ജീവിതത്തിൽ കണിശമായി പാലിച്ചുകൊണ്ട് ജീവിതത്തിലുടനീളം തഖ്വ കൈവിടാതെ ജീവിക്കാൻ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ആമുഖമായി ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും ഈ പ്രദേശത്ത് വരുവാനും അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് ഒരല്പനേരം സംസാരിക്കുവാനും തൗഫീഖ് നൽകിയ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാ. ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പ്രചാരണ പരിപാടികളും ആദർശ വിശദീകരണങ്ങളുമൊക്കെ ഇന്ന് കേരളത്തിൻ്റെ പല ഭാഗത്തും ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആദർശപരമായ മുന്നേറ്റം, ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആശയാദർശങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കുമ്പോഴുള്ള ചില ആളുകളുടെ വിഷമം, അതൊക്കെ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ ഈ പ്രദേശവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ കേൾക്കുകയുണ്ടായി. വാസ്തവത്തിൽ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാം കേൾക്കണം, സത്യമാണെങ്കിൽ സ്വീകരിക്കണം, അല്ലെങ്കിൽ നമുക്ക് തള്ളിക്കളയാം എന്ന ചിന്താഗതിയുള്ള നിഷ്പക്ഷരായ കുറേ ആളുകൾ ഈ നാട്ടിലുണ്ട്. വാസ്തവത്തിൽ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. അല്ലാതെ അലവി സഖാഫിയോ ഇനി കാന്തപുരം മുസ്ലിയാർ തന്നെയോ നേരിട്ട് വന്നാലും ഈ നാട്ടിലെ ഒരു മുജാഹിദിനെയും മാറ്റി ഖുറാഫാത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. അങ്ങനത്തെ ഒരു ഭയം ഞങ്ങളുടെ ഒരു യൂണിറ്റിലുമില്ല. മാത്രമല്ല, മുജാഹിദ് പ്രസ്ഥാനം എന്തൊക്കെ പറഞ്ഞാലും ശരി, അതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല. ഞങ്ങളെ ഉസ്താദന്മാരെന്തോ പറഞ്ഞു, അതാണ് ഞങ്ങൾക്ക്, അത് മാത്രമേ ഞങ്ങൾ കേൾക്കൂ, അതേ ഞങ്ങൾ സ്വീകരിക്കൂ എന്ന് ചിന്തിക്കുന്ന, മറുപക്ഷത്തുള്ള വാശിയോടെ മാത്രം ഈ പരിപാടിയെ വീക്ഷിക്കുന്ന, അല്ലെങ്കിൽ ഈ പരിപാടിക്ക് വരാതിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അത്തരം ആളുകൾക്ക് എൻ്റെ പ്രസംഗം കൊണ്ട് ഗുണം കിട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നേരെ മറിച്ച് രണ്ടു പക്ഷത്തും ശക്തമായി നിലയുറപ്പിക്കാതെ നിഷ്പക്ഷമായി കാര്യങ്ങൾ വിലയിരുത്തണമെന്ന് കരുതുന്ന കുറേ ആളുകൾ ഈ നാട്ടിലുണ്ട്. അതാണ് മുസ്ലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ വിരളി പിടിപ്പിക്കുന്ന പ്രധാനപ്പെട്ട വസ്തുതയും അതാണ്. കാരണം നിഷ്പക്ഷരെന്ന് ഇന്ന് പറയുന്ന പല ആളുകളും ഒരുപാട് കാലം മുമ്പ്, അല്ലെങ്കിൽ കുറച്ചു കാലം മുമ്പ് വരെ മുസ്ലിയാക്കന്മാർ പറഞ്ഞതിനെ ചങ്ക് തൊടാതെ വിഴുങ്ങിയിരുന്ന ആളുകളായിരുന്നു. അവർ മുസ്ലിയാക്കന്മാരെ കൈയൊഴിച്ച് മുസ്ലിയാക്കന്മാർ പറയുന്നത് ശരിയല്ല, മുജാഹിദുകൾ പറയുന്നതിലും കുറെ ശരികളുണ്ട്
എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുസ്ലിയാക്കന്മാരുടെ പിൻഗാമിത്വം മുസ്ലിയാക്കന്മാരുടെ നേതൃത്വം ഞങ്ങൾക്ക് വേണ്ട എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് പുറത്തു പോകുന്ന ആളുകളാണ്. അവർ മുജാഹിദുകളായിട്ടില്ല. പക്ഷേ അവർ ഇപ്പോൾ മുസ്ലിയാക്കന്മാർ പറഞ്ഞതിന് റാൻ മൂളുന്ന ആളുകളുമല്ല. അങ്ങനത്തെ കുറെ നിഷ്പക്ഷരായ ആളുകൾ ഈ നാട്ടിലുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനം വിഷയങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. ഞങ്ങളോട് പരിപാടി നടത്തണമെന്ന് ആവശ്യപ്പെടുന്നത് അങ്ങനെയുള്ള ആളുകളാണ്. നിങ്ങളിതിന് മറുപടി പറയണം, വിഷയങ്ങൾ ജനങ്ങൾ കേൾക്കട്ടെ എന്ന് ആവശ്യപ്പെടുന്നത് അത്തരം ആളുകളാണ്. അതുതന്നെയാണ് മുസ്ലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഉള്ള വിരളിയും. ചാലിയാത്തിയുടെ നാടാണ്, മഹാന്മാര് ജീവിച്ച മഹാന്മാരെ പാദസ്പർശമേറ്റ നാടാണ്. അതുകൊണ്ട് ഇവിടെ ഈ ഇത്തരത്തിലുള്ള പുത്തൻ വാദങ്ങളൊന്നും അനുവദിക്കരുത്, അത് നമ്മൾ എന്തു വില കൊടുത്തും തടയണം എന്ന രൂപത്തിലൊക്കെ ചില മുസ്ലിയാക്കന്മാർ പ്രചാരണം നടത്തുന്നതായും സാധാരണക്കാരെ ഇളക്കി വിടുന്നതായും സ്വാഗത പ്രസംഗത്തിൽ നിന്നും ഇവിടെ നടന്ന പ്രസംഗം കേട്ടപ്പോഴും എനിക്ക് മനസ്സിലായി. മുസ്ലിയാർ പറയുന്നുണ്ട്, ഞങ്ങൾ പ്രശ്നമുണ്ടാക്കാറില്ല, ഞങ്ങൾ പ്രശ്നക്കാരല്ല. അത് പറയുന്നതോടൊപ്പം തന്നെ പല സ്ഥലത്തും ഇവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് എന്നത് വാസ്തവമാണ്. ഈ പരിപാടിയും ഇവിടെ നടക്കാതിരിക്കണം, അത് നിർത്തിവെക്കണം എന്നൊക്കെ പലരും മുഖേനയും ഇവർ തന്നെ പല ശ്രമങ്ങളും നടത്തുന്നുണ്ട്. പക്ഷെ അതൊന്നും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വിലപ്പോയിട്ടില്ല എന്നത് ഈ സ്വാഗത പ്രസംഗത്തിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായി. സുഹൃത്തുക്കളെ, ഇവിടെ പ്രസംഗിച്ച അലവി സഖാഫി, ഞാനും അദ്ദേഹവുമായിട്ട് കുറെ കാലം മുമ്പുള്ള പരിചയമുണ്ട്. മണ്ണാർക്കാട് സംവാദത്തിൽ മുഖാമുഖം ഇരുന്ന് സമതിയത്ത് ഇങ്ങനെ പൊളിഞ്ഞു വീഴുന്നത് കണ്ണുകൊണ്ട് നോക്കി കണ്ട് വിഷമിച്ച ആളാണ് അദ്ദേഹം. മണ്ണാർക്കാട് സംവാദത്തില് ഞങ്ങളെ മുമ്പിൽ വന്ന അലവി സഖാഫിയും സുലൈമാൻ സഖാഫിയും 200ഓളം മുഖാമുഖം നടത്തി ഞങ്ങളുടെ ആശയം സത്യസന്ധമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി എന്ന അഹങ്കാരത്തിലാണ് മണ്ണാർക്കാട് വന്നത്. വന്നിരിക്കുമ്പോൾ എന്തൊരു അഹങ്കാരമായിരുന്നു ആ ഇരുത്തത്തിലും ആ നോട്ടത്തിലും ആ വിഷയാവതരണത്തിലുമൊക്കെ. പക്ഷേ മരിച്ച വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നത് പോലെ ദുഃഖത്തോടെ തലതാത്തിയാണ് രണ്ട് സഖാഫികളും ഇറങ്ങിപ്പോന്നത്. അത് കേരള മുസ്ലിമീങ്ങൾ കണ്ടതാണ്. അതിന്റെ അലയൊലി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായത് ഈ നാട്ടിലെ ആളുകൾക്കറിയാം. അവിടുന്ന് ഇങ്ങോട്ട് നടന്ന ഓരോ വാദപ്രതിവാദങ്ങളും ഇസ്ലാഹി പ്രസ്ഥാനത്തെക്കുറിച്ച് ജനങ്ങൾക്ക് പഠിക്കുവാൻ അവസരമുണ്ടാക്കി എന്നത് വാസ്തവമാണ്. ഇവിടെ മുസ്ലിയാക്കന്മാർ പറയുന്നത്, നിങ്ങൾ മുഖാമുഖത്തിലൂടെ വിഷയം തെളിയിക്കാൻ തയ്യാറുണ്ടോ? എടോ, സാധാരണക്കാരായ ആളുകളെ ചോദ്യം ചോദിക്കാൻ വിളിക്കുന്നതിലേറെ നിങ്ങളെ ഇത് പഠിപ്പിച്ചു വിടുന്ന മുസ്ലിയാക്കന്മാരല്ലേ ഞങ്ങൾ വാദപ്രതിവാദത്തിൽ നേരിടുന്നത്. അതിനും വലുതാ അപ്പൊ മുഖാമുഖം. സാധാരണക്കാരായ ആളുകൾ വന്നിട്ട് എന്തെങ്കിലും ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ നിങ്ങൾക്ക് കഴിയുമെന്നാ ചോദിക്കുന്നത്. സാധാരണക്കാർ ഇത് പഠിപ്പിച്ചു വിടുന്ന ഉസ്താദന്മാർ ഞങ്ങളുടെ മുമ്പിൽ വരാറുണ്ട്. ഇപ്പൊ അടുത്ത് ആലുവയിൽ വന്നു, എന്നിട്ട് എന്തേ? അപ്പൊ വാദപ്രതിവാദമല്ലേ ഏറ്റവും വലുത്? അത് ഞങ്ങൾ എത്രയോ നടത്തിയിട്ടുണ്ട്. ഇനിയും വ്യവസ്ഥയോടുകൂടി രണ്ട് ജമിയത്തുൽ ഉലമകളും ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാദപ്രതിവാദമാണെങ്കിൽ ഞങ്ങൾക്കതിൽ യാതൊരു പ്രയാസവുമില്ല. പക്ഷെ ഖണ്ഡന പ്രസംഗം നിർത്തിവെക്കലാണ് അതുകൊണ്ടുള്ള ഉദ്ദേശമെങ്കിൽ ആ പൂതി തൽക്കാലം മനസ്സിലിരിക്കട്ടെ എന്ന് മാത്രമേ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. നാദാപുരത്ത് ഹുസൈൻ സലഫിയുടെ പ്രസംഗം ഇങ്ങനെ ഓരോന്ന് വരുമ്പോഴും മൂന്നാം കക്ഷി ഇറക്കിക്കൊണ്ട് ഇതൊന്ന് നിർത്തിയിട്ട് നിങ്ങൾ വാദപ്രതിവാദം നടത്തിയെന്ന പറയുന്നത് കേട്ടാത്തൊന്ന് നാദാപുരത്ത് മാത്രമുള്ള ഒരു തർക്കാത്, വേറെ എവിടെ ഇല്ല. അവിടെ വെച്ചൊരു വാദപ്രതിവാദം നടത്തിയ കേരളം മുഴുവൻ തർക്കം തീർന്നു. വാസ്തവം അതല്ലല്ലോ. നാദാപുരത്തും ചാലിയത്തും വെള്ളോമ്പുറത്തും മോങ്ങത്തും കൊണ്ടോട്ടിയും പാലക്കാടും കോഴിക്കോടും അല്ല, ലോകത്തിന്റെ നാനാഭാഗത്തും തർക്കത്തിലിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ ചർച്ചയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയെ പോലുള്ള ഒരു സാഹചര്യത്തില് ആശയപ്രചരണത്തിനും അഭിപ്രായ ആവിഷ്കാരത്തിനുമുള്ള സ്വാതന്ത്ര്യം ഭരണഘടന അനുവദിച്ച് നൽകിയത് കൊണ്ട് അത് ഉപയോഗപ്പെടുത്തി ഇതുപോലെ പരസ്യമായി പ്രസംഗിക്കുവാനും ആളുകളെ കേൾപ്പിക്കുവാനും അവസരം ലഭിക്കുന്നു എന്നത് വളരെ സന്തോഷകരമായ ഒരു സംഗതിയാണ്. അതുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനം ആ സ്വാതന്ത്ര്യം കഴിയുന്നത്ര മുതലെടുത്തുകൊണ്ട് ഈ ആശയപ്രചരണവുമായി മുന്നോട്ട് പോവുകയാണ്. ഇത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വാദപ്രതിവാദം നടന്നത് കൊണ്ട് മാത്രം പ്രശ്നം തീരുന്നതല്ല. എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ ഒന്നു തന്നെയാണ്. ചില പ്രാദേശികമായ പ്രശ്നങ്ങൾ ഇതിന്റെ കൂടെ ഉണ്ടാകും എന്ന് മാത്രം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വാദപ്രതിവാദത്തിനുണ്ടോ എന്ന് ചോദിച്ച് അമ്മി കൊത്താനുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെ ചോദിച്ച് നടക്കുന്ന സമ്പ്രദായം ഞങ്ങൾക്കില്ല. പക്ഷേ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ വാദപ്രതിവാദത്തിന് ആദർശവുമായി കൂട്ടിയിറക്കാൻ, പ്രമാണങ്ങൾ കൊണ്ട് കൂട്ടിയിറക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ തയ്യാറാണ്. അതിന് ചില വ്യവസ്ഥകളുണ്ട്. അത് പണ്ഡിത സംഘടനകൾ തമ്മിലാണ് നടക്കേണ്ടത്. രണ്ടു കൂട്ടരും കൂടിയിരുന്ന് വ്യവസ്ഥകൾ തയ്യാറാക്കേണ്ടതുണ്ട്. സമയവും സന്ദർഭവും ചോദ്യവും ഉത്തരത്തിന്റെയും ഒക്കെ സമയം, വിഷയാവതരണത്തിന്റെ സമയം എല്ലാം നിശ്ചയിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ഭാഗത്ത് എത്ര ആൾ പങ്കെടുക്കും അത്ര ആൾ ഞങ്ങളുടെ ഭാഗത്തും പങ്കെടുക്കണം. ഒരു ഹാളിനകത്ത് വെച്ച് ഒരു നിയന്ത്രിത സദസ്സിന് മുമ്പിലായിരിക്കണം പരിപാടി.
ഓഡിയോ വീഡിയോ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഈ നിബന്ധനകളോട് കൂടി എത്രയോ സംവാദങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും 2 വ്യവസ്ഥ ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾക്കതൊരു പ്രശ്നമേ അല്ല. മുഖാമുഖത്തെക്കാൾ എത്രയോ വലുതല്ല വാദപ്രതിവാദം. പിന്നെ സുഹൃത്തുക്കളെ, മുഖാമുഖത്തിലൂടെ തെളിയിക്കാൻ ധൈര്യമുണ്ടോ? ഞങ്ങൾക്ക് ധൈര്യമുണ്ട്. നിങ്ങൾക്ക് എന്താ ധൈര്യം ഇല്ലാത്തത്? നിങ്ങളെ ധൈര്യം ഞങ്ങളെ മാന്യത കൊണ്ടാണ്. ഞങ്ങൾ മുഖാമുഖത്തെ ഒരു ഒന്നാമത്തെ സംഗതിയായി ആദർശ പ്രബോധനത്തിന്റെ ഒന്നാമത്തെ മാർഗമായി സ്വീകരിക്കാത്തത് നിങ്ങളെ മാന്യതയില്ലായ്മ കൊണ്ടാണ്, വേറൊന്നുമല്ല. ഞങ്ങളല്ലേ മുഖാമുഖം എന്ന ആശയം ഈ കേരളത്തെ പഠിപ്പിച്ചത്? മുഖാമുഖത്തിലൂടെ ആശയപ്രചരണം എന്ന ആശയം ഈ നാട്ടിൽ പഠിപ്പിച്ചത് ഞങ്ങളല്ലേ? ഇന്നും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. MM അക്ബർ സാഹിബിന്റെ നേതൃത്വത്തിൽ, നിച്ച് ഓഫ് ട്രൂത്തിന്റെ നേതൃത്വത്തിൽ എത്രയോ സ്ഥലത്ത് അമുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും കത്തുകൊടുത്ത് സ്വാഗതം ചെയ്തുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങൾ ഇസ്ലാമിനെ പറ്റി ചോദിക്കാൻ അവസരം നൽകിക്കൊണ്ട് പരസ്യമായ മുഖാമുഖ പരിപാടികൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. വേണ്ട, ഇപ്പോൾ തന്നെ ഈ ഒരു മാസത്തിന്റെ അകത്ത് എത്ര സ്ഥലത്ത് തീവ്രവാദം, ഭീകരത, ഇസ്ലാം എന്ന വിഷയത്തെക്കുറിച്ച് ISM സംസ്ഥാന കമ്മിറ്റിയും KNM സംസ്ഥാന കമ്മിറ്റിയും ചേർന്നുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും, പ്രധാന സ്ഥലങ്ങളിലൊക്കെ ജമാഅത്തെ ഇസ്ലാമിയെ, അതുപോലെ NDF, പുതിയ രാഷ്ട്രീയ പാർട്ടികളൊക്കെ വന്ന് അവരുമായൊക്കെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ ആ വിഷയത്തിലൊക്കെ പറയാനുള്ളത് എന്താണ്, ഇസ്ലാഹി പ്രസ്ഥാനത്തെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾക്ക് മറുപടി എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പരസ്യമായ ചോദ്യോത്തരത്തിന് അവസരം കൊടുത്തുകൊണ്ട് എത്രയോ സ്ഥലത്ത് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കതൊരു പ്രശ്നമേ അല്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കുബൂരികളുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ അത് മുഖാമുഖം പരിപാടികളിലൂടെ തെളിയിക്കാൻ ഞങ്ങൾ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അത് സുഗമമായി നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കാത്ത അവസ്ഥയിൽ ഞങ്ങൾ അത് നിയന്ത്രിത സദസ്സിന് മുമ്പിലുള്ള വാദപ്രതിവാദമാണ് നമുക്ക് നല്ലത് എന്ന നിലക്ക് ഞങ്ങളത് മാറ്റിവെച്ചു എന്ന് മാത്രം. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ശാന്തമായ അന്തരീക്ഷത്തിൽ കാര്യങ്ങൾ ഗ്രഹിക്കാൻ അവസരമുണ്ടാകണം. അതിനുള്ള അവസരം എന്ന നിലക്കാണ് സംവാദത്തെ ഞങ്ങൾ എക്കാലത്തും നോക്കിക്കാണാറുള്ളത്. സുഹൃത്തുക്കളെ, എന്തുകൊണ്ട് ഞങ്ങൾ മുഖാമുഖത്തിന് തയ്യാറാകുന്നില്ലെന്നും എന്താണ് വാസ്തവത്തിൽ മുഖാമുഖം എന്ന പേരിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രഹസനമെന്നുമൊക്കെ ഞാൻ ചില ക്ലിപ്പുകളിലൂടെ മാത്രം നിങ്ങളെ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിനുമുമ്പ് എനിക്ക് ചില സംഗതികൾ പറയേണ്ടതുണ്ട്. ഞാനിവിടെ ഇതിനു മുമ്പും വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. ഇക്കഴിഞ്ഞ വീട്ടിൽ സമയത്ത് വരുന്നതിന് മുമ്പൊരിക്കലും വന്ന് പ്രസംഗിച്ചിരുന്നു. അന്നും ഈ അലവി തക്കാബിയോട് പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ ആണ്ട് നേർച്ചയുമായി ബന്ധപ്പെട്ട് ശാലിയാത്തിന്റെ ഫത്വയും ഇന്നത്തെ സമസ്തക്കാർ ശാലിയാത്തി പറഞ്ഞതിനെതിരായി സംസാരിക്കുന്നതും ഞാനിവിടെ എടുത്തുദ്ധരിച്ചിരുന്നു. പക്ഷെ മറുപടിക്കാരൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞു കണ്ടില്ല. ചണ്ടമുട്ട്, കുഴൽവിളി, കരിമരുന്ന് പ്രയോഗം, ആണും പെണ്ണും കൂടിക്കലരൽ എന്ന് തുടങ്ങി ഇന്നത്തെ സമസ്തക്കാർ നേർച്ചയിലെ അനാചാരങ്ങൾ എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും ചാലിയാത്തിയുടെ വീക്ഷണത്തിൽ ആചാരങ്ങളാണ്. അതെല്ലാം സുന്നത്താണ്. അതെല്ലാം ആണ്ടു നേർച്ചയ്ക്ക് പറഞ്ഞതാണ്. ആണ്ടു നേർച്ചയും ചില അപവാദങ്ങളും എന്ന പുസ്തകത്തിൽ ആധുനിക സമസ്തക്കാർ നേർച്ചയിൽ അനാചാരങ്ങളായി പറയുന്ന മുഴുവൻ കാര്യങ്ങളെയും എതിർത്തുകൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ചാലിയാത്തി എഴുതിയിട്ടുണ്ട്. KM മുഹമ്മദ് കോയ മാത്തോട്ടമാണ് ആ പുസ്തകം ഇറക്കിയത്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാണ് അവതാരിക എഴുതിയത്. ഇവിടെ ഞാനതിനെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. പക്ഷെ അലവി സക്കാത്തി അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ചാലിയാത്തി പറഞ്ഞതാണോ ശരി? ആധുനിക സമസ്തക്കാരായി നിങ്ങളിപ്പോൾ നേർച്ചയിൽ അനാചാരം എന്ന നിലക്ക് ചില ആളുകൾ ചണ്ടമുട്ട് നടത്തുന്നുണ്ട്, ചില കോയൽവിടി നടത്തുന്നുണ്ട്, ചില നാടകം നടത്തുന്നുണ്ട്, സിനിമ നടത്തുന്നുണ്ട്, വേറെ പലതും നടത്തുന്നുണ്ട്. അതൊന്നും ഞങ്ങളുടെ മേൽ വെച്ചു കെട്ടേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ തന്നെ അതിനെ എതിർത്തിട്ടുണ്ട്. അൽ-ഇർഫാദ് മാസിക, PMK ഫൈസലിന്റെ നേതൃത്വത്തിലുള്ള അൽ-ഇർഫാദ് മാസിക അതിനെ വിമർശിച്ചുകൊണ്ട് ആണ്ട് നേർച്ച അപവാദങ്ങളുടെ പുസ്തകത്തിൽ അൽ-ഇർഫാദിന്റെ വഞ്ചന എന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ മുഖവരിയിൽ തന്നെ സംസാരിക്കുന്നത്. ആധുനിക സമസ്തക്കാരെ എതിർത്തുകൊണ്ട് ചാലിയാത്തിയുടെ ഫത്വയെ കുറിച്ച് KM മുഹമ്മദ് കോയ മാത്തോട്ടമേൽ സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ ചാലിയാത്തിയുടെ ആളുകളായി ഞെളിയുന്നുണ്ടല്ലോ ഈ ചാലിയത്ത്, എന്നാൽ ചാലിയാത്തി പറഞ്ഞതിനെതിരാണല്ലോ നിങ്ങൾ ഇപ്പോൾ ആധുനിക സമസ്തക്കാർ സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണത്? ചാലിയാത്തി പറഞ്ഞതാണോ സത്യം? നിങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണോ സത്യം? അദ്ദേഹം പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ആ കാര്യം ഇവിടെ വിശദീകരിച്ച് കണ്ടില്ല. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ വിളിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. വലിയ ഭീകരൻ എന്നൊക്കെയാണ് കഴിഞ്ഞ തവണ ഇവിടെ ഒരു നോട്ടീസ് ഇറക്കിയത്. അതിനൊന്നും ആ രീതിയിൽ പ്രതികരിക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടില്ല. വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഞാൻ അന്നെ പ്രസംഗത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ജാറം കെട്ടാൻ ഞങ്ങൾക്കുള്ള തെളിവ് മദീനയിലെ പച്ചക്കുമ്പയാണ് എന്നൊരു മുസ്ലിയാർ പ്രസംഗിച്ചപ്പോ ഞാനതിന് മറുപടി കൊടുത്തു. അത് സഹാബികൾ ഉണ്ടാക്കിയതല്ലല്ലോ. സഹാബികളുടെയും താബികളൊക്കെ കാലം കഴിഞ്ഞ് ഹിജ്റ 600 ശേഷം കലാവുൻ സാലിഹ് എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ രാജാവല്ലേ ആ കുബ്ബ ഉണ്ടാക്കിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സ്ഥലക്കൊള്ളുന്ന ആയിഷ ബീവിന്റെ വീടും മറ്റു ഭാര്യമാരുടെ വീടും എല്ലാ ഹുജറാത്തിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുണ്ടാക്കിയ കുബ്ബയല്ലേ അത്? അതെങ്ങനെ ജാരം കിട്ടാൻ നിങ്ങൾക്ക് തെളിവാകും? അത് സഹാബികൾ കാണിച്ചു തന്നതല്ലല്ലോ എന്ന് ഞാൻ ചോദിച്ചു.
അപ്പൊ മുസ്ലിയാർ അടുത്ത ചോദ്യം, നിങ്ങൾ എന്താ അത് പൊളിക്കാത്തത്? നിങ്ങൾ വഹാബി ഗവൺമെന്റ് സൗദിയിൽ വന്നിട്ട് ഒരുപാട് ആചാരങ്ങൾ പൊളിച്ചു നീക്കിയില്ലേ? ആ പച്ചക്കൊമ്പ് എന്താ നിങ്ങൾ പൊളിച്ചു നീക്കാത്തത്? അപ്പൊ ഞാൻ ചോദിച്ചു, മുസ്ലിയാരെ, കേരളത്തിലുള്ള ഞങ്ങളോട് നിങ്ങൾ എന്താ പൊളിക്കാത്തതെന്ന് വെച്ചാൽ ഞങ്ങൾക്കല്ലല്ലോ സൗദി അറേബ്യയുടെ ഭരണം. സൗദി അറേബ്യയുടെ ഭരണം KNMന്റെ കയ്യിലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ ചോദ്യത്തിന് അർത്ഥം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഭരണം കിട്ടിയ ഇൻഷാ അല്ലാഹ് പിറ്റേന്ന് ഞങ്ങളത് പൊളിച്ചു മാറ്റും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇത് മണ്ണാർക്കാട് സംവാദത്തിൽ വെച്ച് തോറ്റ് ഒരു നിലക്കും പറയാൻ കഴിയാതെ വേർത്ത് കുളിച്ചു ഒയന്ന് ആ സന്ദർഭത്തിൽ ഹബീബായ നബിയുടെ കുമ്പ വിളിക്കുമെന്ന് പറഞ്ഞ് സക്കറിയ സലാഹി പറഞ്ഞതാണോ ഞങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന് ഈ അലവി തക്കാഫിയുടെ നാവുകൊണ്ട് പറഞ്ഞു. ചൂട്ട മറുപടി മുഖാമുഖം ഇരിക്കുക. ഇന്നിപ്പോ 2 സ്റ്റേജ് 2 ഭാഗത്തല്ല, അന്ന് നേർക്ക് നേരെയായിരിക്കുന്നത്. ഇവന്റെ മുഖത്ത് ചൂണ്ടിക്കൊണ്ട് ഞാൻ പറഞ്ഞു, ഇതല്ലടോ സത്യം. എന്നിട്ട് മിണ്ടിയോ? ആ ഒരൊറ്റ പറച്ചിൽ അടുത്ത തവണ എണീറ്റപ്പോ അതിനെ കുറിച്ച് പറയാൻ പറ്റിയില്ല. മുഖത്തോട് മുഖം വന്നിരിക്കുമ്പോ തെളിയിക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾ യാക്കൗമനെ മുമ്പിൽ നിർത്തിയിട്ട് വികാരം കൊള്ളിച്ച് പ്രസംഗിക്ക. എന്താ ഇയാളോട് പ്രസംഗിച്ചറിയോ? ഇങ്ങാണ് വാ തകർക്കാന് കാണിച്ചു തരാ, ഞങ്ങൾ ഉണ്ടാകും അവിടെ. അവസാനത്തെ സുന്നിയുടെയും മയ്യത്തിന്റെ മുഖത്തെ കൂടിയല്ലാതെ എനിക്ക് ആ പച്ചക്കൊമ്പ് തകർക്കാൻ കഴിയില്ല. അപ്പൊ അല്ലാഹു അക്ബർ. തക്ബീർ തൊഴിലാളികളെ കൂട്ടിക്കൊണ്ടതുണ്ടാവുമല്ലോ. കുറെ മുസ്ലിയാക്കന്മാര് പള്ളി ദർശനം വന്ന ചെക്കന്മാര് വന്നിട്ടുണ്ടാവും. അവർക്ക് പണി ഇതാണ്, ഇന്നേ സമയത്ത് ചില പ്രത്യേക ആക്ഷൻ കാണിക്കും, അപ്പൊ തക്ബീർ ചൊല്ലിക്കൊള്ളണം. ആ തക്ബീർ തൊഴിലാളികൾ തക്ബീർ ചൊല്ലി പറയുന്നത് കേട്ടാ ഞാൻ ഇപ്പൊ പൊളിക്കാൻ പോവുകയാണ്. എന്നിട്ട് ഇവരെ തടയാൻ വരികയാണ്. ഇവര് സൗദി ഗവൺമെന്റിന്റെ ആളുകളാണല്ലോ. ഇപ്പൊ സൗദി ഗവൺമെന്റ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അപ്പോ ഇവിടുത്തെ ഖുബൂരി തൊഴിലാളികൾ വിളിക്കും, ഇതൊന്ന് തടുത്തു തരണം കേട്ടോ. അപ്പൊ ഇവരെ ഒന്നായിട്ട് ടിക്കറ്റ് എടുത്ത് പോകും. എന്താണിത്? ഈ പച്ചക്കൊമ്പ എന്തുണ്ടാക്കിയതാണെന്നും ആരുണ്ടാക്കിയതാണെന്നും അതൊരിക്കലും മുസ്ലിമീങ്ങൾക്ക് തെളിവല്ലെന്നും ഞാൻ വ്യക്തമായി തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് സമർത്ഥിച്ചിരുന്നു. വഫായിൽ സമൂഹൂദി പറഞ്ഞതും സിറാജിൽ നിങ്ങൾ എഴുതിയ റൗള ഷരീഫിന്റെ ചരിത്രം എന്നതിൽ എഴുതിയതും സുന്നത്ത് മാസികയിൽ വന്നതും പൂങ്കാവനത്തിൽ വന്നും പലതിലും റൗള ഷരീഫിന്റെ ചരിത്രം എന്ന പേരിലും കുബ്ബകളുടെ ചരിത്രം എന്ന പേരിലുമൊക്കെ നിങ്ങൾ എഴുതിയതിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. ഹിജ്റ 600-കൾക്ക് ശേഷം ഉണ്ടായത്. മറ്റൊരു തട്ടിപ്പ് കൂടി ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പൊ ഞാൻ താമസിക്കുന്ന കടവത്തൂർ എന്ന സ്ഥലത്ത് അഷ്റഫ് സഖാഫി എന്ന ഒരാള് സഹാബികളുടെയും താബീങ്ങളുടെയും കാലത്തൊക്കെ ഈ കുബ്ബ ഉണ്ടായിരുന്നുവെന്നും അവരാരും ഇത് പൊളിച്ചു നീക്കാൻ പറഞ്ഞിട്ടില്ലെന്നും അവരൊക്കെ പുതുക്കി പണിയുകയാണ് ചെയ്തതെന്നും ഒരു പച്ച നുണ എഴുതി വെച്ചത് മരണാനന്തര കർമ്മങ്ങൾ എന്ന അയാളുടെ പുസ്തകത്തിൽ ഞാൻ ഇവിടെ വായിച്ചിരുന്നു. ഇവിടെ ഞങ്ങൾക്ക് മറുപടി പറയാമെന്ന സഖാഫി അഷ്റഫ് സഖാഫി പറഞ്ഞത് സത്യമാണെന്നോ തെറ്റാണെന്നോ പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ഒന്നുകിൽ അത് തെറ്റാണ്, ഞങ്ങൾക്ക് തെറ്റുപറ്റിയതാണെന്ന് പറയണം, അല്ലെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തെ തള്ളി പറയുന്നു പറയണം. ഒന്നും പറയാതെ മുങ്ങിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളെ ഭീകരവാദികളായി ചിത്രീകരിച്ചുകൊണ്ട് സംസാരിച്ചതിന് എമ്പാടും ഞാൻ തെളിവുകൾ നിരത്തി ആരാണ് ഇവിടുത്തെ യഥാർത്ഥ ഭീകരവാദികൾ എന്ന് തെളിയിച്ചിരുന്നു. ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റിലുള്ള പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകളോടും ഇവിടുത്തെ ഭരണാധികാരികളോടും ചോദിച്ചാൽ അറിയാം മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് അവരെന്താ മനസ്സിലാക്കിയിട്ടുള്ളത്. ബാബരി മസ്ജിദ് സംഭവം കഴിഞ്ഞ് ഏതാനും ദിവസം കഴിയുമ്പോഴാണ് പാലക്കാട് സമ്മേളനം നടന്നത്. ഇന്ത്യയിൽ പല ഭാഗത്തും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് കൊടുമ്പിരിക്കൊള്ളുന്ന സമയത്തും ഈ കേരള സംസ്ഥാനത്ത് ഒരു വലിയ സമ്മേളനം നടത്തുവാൻ ഇവിടുത്തെ ഗവൺമെന്റ് അനുവാദം തന്നിട്ടുണ്ടെങ്കിൽ അത് ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് ഇവിടുത്തെ ഗവൺമെന്റിനും ഉത്തരവാദപ്പെട്ട ആളുകൾക്കും മതിപ്പുള്ളത് കൊണ്ടാണ്. ആ സമ്മേളനം നിർത്തിവെപ്പിക്കാൻ വേണ്ടി കാന്തപുരം അടക്കമുള്ള ആളുകൾ ശ്രമിച്ചിട്ടില്ലേ? ഡൽഹിയിൽ പോയി പോലും ശ്രമങ്ങൾ നടത്തി, പലരും നടന്നില്ല എന്നതാണ് വാസ്തവം. കാരണം ഇവിടുത്തെ ഭരണാധികാരികൾക്ക് ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് അറിയാമെന്നത് കൊണ്ടാണ്. അതേസമയം നിങ്ങളാണ് ഭീകരപ്രവർത്തനത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും ശ്രമിക്കുന്നതെന്നും ചേകനൂരിന്റെ പ്രശ്നത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് അതിനൊട്ടും മുജാഹിദും ഇല്ല, ജമിയത്തുൽ ഇഹ്സാനിയന്റെ ആളുകളും ഒക്കെ നിങ്ങളാളുകളാണെന്നും ഞാനിവിടെ പറഞ്ഞിരുന്നു. മുസ്ലിയാർ പറയാണ്, കാന്തപുരം മുസ്ലിയാരെ വെറുതെ വിട്ടിട്ടുണ്ട് സുപ്രീം കോടതി, ഇയാൾ പത്രം വായിക്കണ്ടേ, അയാളെ സുപ്രീം കോടതി വെറുതെ വിട്ടു എന്നുള്ളത് നിങ്ങൾക്ക് അതിന് പങ്കില്ലാന്ന് വരുമോ? അറസ്റ്റ് ചെയ്യപ്പെട്ടവരും പ്രതിചേർക്കപ്പെട്ടവരും പറഞ്ഞത് നിങ്ങൾ ആളുകളല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളൊന്നും പറഞ്ഞല്ല, ഞാൻ പറഞ്ഞതായിട്ടോ ഞങ്ങൾ പറഞ്ഞതായിട്ടോ നിങ്ങളെ എതിരാളികൾ പറഞ്ഞതാണ്. അതിനു മൂപ്പര് പറഞ്ഞ് എതിരാളികൾ പറഞ്ഞ് ദയവ് ചെയ്ത് ഞങ്ങൾക്കെതിരെ ഉദ്ധരിക്കരുത്. എന്നാ ഞങ്ങളെക്കുറിച്ച് മടവൂരികൾ പറഞ്ഞു പറഞ്ഞല്ലേ? നിങ്ങളിപ്പോ അന്നം തന്നെ, നിങ്ങളെ ജീവവായു തന്നെ അബ്ദുസ്സലാം സുല്ലമി എഴുതുന്ന ആള് അതാണ്. വേറെ എന്താ നിങ്ങൾക്ക് ഇപ്പൊ ഉള്ളത്? നിങ്ങൾ രണ്ടു കൂട്ടരും കൂടി നിങ്ങൾ ഓലി എഴുതി സഹായിക്കുക, ഓലിക്കളി എഴുതി സഹായിക്കുക. അങ്ങനെ കുബൂരി മടവൂരി ബാന്ധവമല്ലേ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? കുബൂരികൾ കുസൈ മടവൂര് അഭിമുഖം കൊടുക്കുന്നു. എന്താ പറയുന്നത്? എന്റെ കുടുംബത്തിൽപ്പെട്ടവരെയൊക്കെ മടവൂരിലെ മക്കാമുള്ള പള്ളിയിൽ തന്നെയാണ് മറവ് ചെയ്യാറ്, ഞാൻ അവിടെ തന്നെ പോയി നിസ്കരിക്കാറുണ്ട്, മടവൂരിലെ മക്കാമുള്ള പള്ളിയിലേക്ക് ഞാൻ പിരിവും കൊടുക്കാറുണ്ട്, സുന്നിപ്പള്ളിക്ക് വേണ്ടി അറബിയിലേക്ക് കത്തുവാണെന്ന് പറഞ്ഞപ്പോ ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ശിർക്ക് ആരോപണമാണ് നടക്കുന്നത്, യഥാർത്ഥത്തിൽ ശിർക്ക് നടക്കുന്നില്ല. മുജാഹിദുകൾ മറ്റുള്ളവരെ ശിർക്ക് ആരോപിക്കുകയാണ് എന്നൊക്കെ ഖുറാഫികളെ സുഖിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ പറഞ്ഞു.
അത് കഴിഞ്ഞിട്ട് അബ്ദുസ്സലാം സുല്ലമിന്റെ വക അബ്ദുസ്സലാം സുല്ലമി കൊടുത്തു അഭിമുഖം. അതിൽ പറഞ്ഞത് മൗലവി വിഭാഗം മുശ്രിക്കുകളാണോ? അതേ മുശ്രിക്കുകൾ തന്നെ. പിന്നീട് CP ഉമർ സുല്ലമി ആ മൗലവി വിഭാഗം മുശ്രിക്കുകളാണെന്ന് പറഞ്ഞ അബ്ദുസ്സലാം സുല്ലമിയെ താങ്ങിക്കൊണ്ട് CP പറഞ്ഞു, സലാം മൗലവിയെ മാത്രം ഒറ്റയിട്ട് ആക്രമിക്കാൻ ഞങ്ങൾ അനുവദിക്കൂല, ഞങ്ങൾ അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നു പറഞ്ഞു. അവസാനം CP ഉമർ സുല്ലമിയും കൊടുത്തു അഭിമുഖം. അല്ലേ? അങ്ങനെ ഖുറാഫി ഖുബൂരി വിഭാഗങ്ങൾ മടവൂരികളുമായിട്ട് കൈകോർത്തുകൊണ്ട് ഞങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ജിന്ന് വിഷയം ബന്ധപ്പെട്ട ക്ലിപ്പുകൾ മുഴുവൻ ആരുണ്ടാക്കിയ ക്ലിപ്പുകളാ? മടവൂരികൾ ഉണ്ടാക്കിയ ക്ലിപ്പുകളാണ്. ആ ക്ലിപ്പുകളല്ലേ ഞങ്ങൾക്കെതിരെ ഉപയോഗിച്ചത്? എന്നിട്ട് നാണമില്ലാതെ സഖാഫി പറയാണ്, എതിരാളികൾ പറയുന്നത് ഞങ്ങൾക്കെതിരെ ഉന്നയിക്കരുത്. ഇൻഷാ അല്ലാഹ് അതൊക്കെ ഇവിടെ ചർച്ചയിൽ വരുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ പറഞ്ഞു, ഇസ്ലാം വാളുകൊണ്ടാണ് പ്രചരിച്ചത് എന്നതിന്റെ തെളിവായിക്കൊണ്ടാണ് വെള്ളിയാഴ്ച ദിവസം ഞങ്ങൾ ജുമയ്ക്ക് ഖുത്ബക്ക് കയറുമ്പോൾ വടി ചെത്തിക്കൂർപ്പിച്ച വാള് കയ്യിലെടുക്കുന്നത് എന്ന് മുഗ്നി എന്ന നിങ്ങളെ കിതാബിലില്ലേ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. അതിനെ സംബന്ധിച്ച് മിണ്ടിയിട്ടല്ല. ഷാഫി മദ്ഹബിനെ പറ്റി പറയാൻ സക്കരിയ സലാഹിക്ക് എന്തറിയാം? ഇയാൾ ഇവിടുന്ന് അറബി അടിച്ച് ആരാ ഇയാൾക്ക് ഡോക്ടറേറ്റ് എടുത്ത് എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറിച്ച് കുറെ വ്യക്തിപരമായ പരിഹാസങ്ങളും ആക്ഷേപങ്ങളും, അറുവഷളൻ, നീചൻ, വൃത്തികെട്ടവൻ എന്നൊക്കെ എന്തെല്ലാം വാക്കുകൾ എന്നെ പറ്റി ഉപയോഗിച്ചു. എനിക്കതൊന്നും പ്രശ്നമല്ല. മുസ്ലിയാക്കന്മാർ എന്നെ കുറിച്ച് നല്ല സർട്ടിഫിക്കറ്റ് തരുമെന്ന അഭിപ്രായവും എനിക്കില്ല. പക്ഷെ ഇസ്ലാമിനെ കുറിച്ചും ഇസ്ലാമിന്റെ തത്വങ്ങളെ കുറിച്ചും പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് പ്രശ്നമാണ്. ഞങ്ങൾ അതിനെ എതിർക്കുക തന്നെ ചെയ്യും. നിങ്ങളൊരു കാലത്ത് മദ്രസയെ എതിർത്തതും പിന്നീട് നിങ്ങൾ മദ്രസയെ അനുകൂലിച്ചതും ഇപ്പോൾ ആയിരക്കണക്കായ മദ്രസ ഞങ്ങൾക്കുണ്ടാകും നിങ്ങൾ അഭിമാനം പറയുന്നതും ഞാനിവിടെ തെളിവുകൾ ഉദ്ധരിച്ച് സമർത്ഥിച്ചിരുന്നു. അതിനെപ്പറ്റി മിണ്ടിയിട്ടില്ല. അതുപോലെ തന്നെ അറബി മലയാളം, ആ അറബി മലയാളം ഒരു കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങളുടെ ഒരു കോഡ് ഭാഷയായി. അന്നത് ആവശ്യമായിരുന്നു. കാലഘട്ടത്തിൽ ചരിത്രപരമായ ദൗത്യം നിർവഹിച്ച് അറബി മലയാളം കടന്നുപോയി. വീണ്ടും അതിനെ നിലനിർത്താൻ നിങ്ങൾ ശ്രമിച്ചു. മലയാള ലിപി പരിഷ്കരണം വന്ന കാലഘട്ടത്തിൽ ആര്യനെഴുത്താണ്, നമുക്കത് പറ്റുകയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ മലയാളത്തെ എതിർത്തതിന് ഞാൻ തെളിവുദ്ധരിച്ച് സംസാരിച്ചിരുന്നു. അതിനെക്കുറിച്ച് മിണ്ടിക്കിട്ടില്ല. അതുപോലെ ഖുർആൻ പരിഭാഷയെ കുറിച്ച് അത് ഹറാമ് തന്നെയാണ്. പക്ഷേ വഹാബികൾ ഖുർആൻ പരിഭാഷ ഇറക്കിയപ്പോ നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളും അത് ഇറക്കിപ്പോയതാണ് എന്ന് റഷീദ് സഖാഫി പത്തപ്പിരിയം പറഞ്ഞ ക്ലിപ്പ് ഇട്ടുകൊണ്ട് ഇവിടെ സംസാരിച്ചിരുന്നു. അതിനെ സംബന്ധിച്ചും ഇവിടെ മിണ്ടിക്കിട്ടില്ല. സ്ത്രീധനത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിനെ സംബന്ധിച്ചും മിണ്ടിക്കിട്ടില്ല. എന്ന് മാത്രല്ല, മുജാഹിദുകൾ ഇവിടെ ഭീകരപ്രവർത്തനം നടത്തുന്നുവെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കതിൽ പറഞ്ഞ തെളിവെന്താ? സൗദി അറേബ്യയിൽ ആൽ സഊദ് ഗവൺമെന്റ് ചെയ്ത ചില കാര്യങ്ങൾ. അത് ഞങ്ങൾക്ക് എന്താ ഉത്തരവാദിത്വം? ഞങ്ങളോട് ചോദിച്ചിട്ടാണോ? അവർ മക്ക പിടിച്ചടക്കിയ ഹറമൈനി പിടിച്ചടക്കിയപ്പോ കഅബത്തിന്റെ പരിസരത്തുണ്ടായിരുന്ന ജാറങ്ങൾ പൊളിച്ചുവെന്നും അവിടുത്തെ നേർച്ചപ്പെട്ടിയിലെ പണമെടുത്ത് പട്ടാളക്കാർക്ക് വീതിച്ചു കൊടുത്തുവെന്നും അതിലുണ്ടായിരുന്ന രത്നങ്ങൾ ലേലം ചെയ്ത് വിറ്റുവെന്നും ഒക്കെ പറയുന്നു. അവിടുത്തെ ജാറും അവിടുത്തെ പള്ളിയും ആ ഭൂമി തന്നെ ആൽ സഊദ് ഗവൺമെന്റിന് അധീനപ്പെട്ട് കഴിഞ്ഞു. പിന്നെ ഒരു നേർച്ചപ്പെട്ടി മാത്രം നിങ്ങൾ കൊണ്ടുപോയിക്കോളിയർന്ന് തരുമോ? ഒരു രാജ്യം പിടിച്ചടക്കിയാൽ ആ രാജ്യത്തെ മുഴുവൻ സമ്പത്തും അത് പിടിച്ചടക്കിയ ആളുകൾക്കുള്ളതാണെന്ന് ഇസ്ലാമിനെ കുറിച്ചും ഇസ്ലാമിക യുദ്ധത്തെ കുറിച്ചും അറിയുന്ന എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. അതിൽ ഞങ്ങൾക്ക് എന്താ ഉത്തരവാദിത്തം? ഞങ്ങളോട് ചോദിച്ചിട്ടാ? ഞങ്ങൾ ഈ ജാറത്തിലെ പെട്ടിയൊക്കെ എടുത്തോട്ടെ എന്ന് KNMക്ക് ഫോൺ ചെയ്ത്, മുജാഹിദ് സെന്റർക്ക് ഫോൺ ചെയ്ത് ചോദിച്ചതാ? കേരളത്തിൽ മുജാഹിദുകൾ നടത്തിയ ഒരു ഭീകര പ്രവർത്തനവും അല്ലെങ്കിൽ ഇവരുടെ വാദത്തിലൊരു തീവ്രവാദ പ്രവർത്തനവും തെളിയിക്കാൻ സാധിക്കാത്തത് കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്ത് ആദ്യം സൗദി അറേബ്യയിലെ ആൽ സഊദ് ഗവൺമെന്റുമെ കൊണ്ടുപോയി കെട്ടി. ആൽ സഊദ് ഗവൺമെന്റ് ചെയ്തൊക്കെ ഞങ്ങൾക്ക് വെച്ച് ചാർത്തും ചെയ്തു. കുതിരയെ വർണ്ണിക്കാൻ പറഞ്ഞപ്പോ കുതിരനെ പറ്റി പറയാൻ കഴിയുന്നില്ല. അപ്പൊ കുതിരനെ തെങ്ങുമ്പോ കൊണ്ടുപോയി കെട്ടിയിട്ട് തെങ്ങിനെ വർണ്ണിച്ച ഒരു കവിയുണ്ട്. അതേ രൂപത്തിലാണ് അപ്പൊ മുസ്ലിയാക്കന്മാർ ചെയ്യുന്നത്. ഞങ്ങളെ കുറിച്ച് പറയാൻ കഴിയാത്തോണ്ട് സൗദി അറേബ്യയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി തളച്ചിട്ട് അതിന്റെ ഇതിലാണ്. നിങ്ങൾക്കറിയോ, ഭീകര പ്രവർത്തനങ്ങൾക്കെതിരിൽ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഫത്വ പുറപ്പെടുവിച്ച് അത് ലോകത്തുടനീളം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സൗദി അറേബ്യയിലെ പണ്ഡിത സഭയാണ്. ഫതാവൽ ഉലമായി ഫിന്നവാസിലിൽ മുദ്ലഹിമ്മ എന്ന് പറഞ്ഞ ഫത്വകളുടെ സമാഹാരം വിവിധ രാജ്യങ്ങളിൽ വിവിധ ഭാഷകളിൽ സൗദി പണ്ഡിതന്മാർ പ്രചരിപ്പിക്കുന്നുണ്ട്. തട്ടിക്കൊണ്ടുപോകലിനെ പറ്റി, വിമാനം റാഞ്ചുന്നതിനെ പറ്റി, ബോംബിടുന്നതിനെ പറ്റി, നിരപരാധികളെ കൊലപ്പെടുത്തുന്നതിനെ പറ്റി, ഇതൊന്നും ഇസ്ലാമല്ലെന്നും ഇസ്ലാമിന്റെ ജിഹാദല്ലെന്നും പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ആദിമ മുസ്ലിമീങ്ങൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയത് എങ്ങനെയായിരുന്നുവെന്ന് വ്യക്തമായ പ്രമാണങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഫത്വാ സമാഹാരങ്ങൾ കുവൈത്തിലും സൗദി അറേബ്യയിലും ഖത്തറിലും ലോകത്തിന്റെ നാനാഭാഗത്തും അറബിയിലും ഇംഗ്ലീഷിലും മറ്റു ഭാഷകളിലും അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവരെ കുറിച്ചാ പറയുന്നത് അത് സലഫികള് ഭീകരപ്രവർത്തനത്തിന് കൂട്ടുനിൽക്കുന്നവരാണ്. നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല. ഭീകരപ്രവർത്തകരെ കണ്ടെത്തുന്നതിനും പിടികൂടുന്നതിനും സൗദി അറേബ്യയോളം മുമ്പിൽ നിന്നിട്ട് വേറെ ആരുമില്ല.
അതുകൊണ്ട് ആ ജാതി കാര്യങ്ങളൊന്നും പറയരുതെന്നാണ് മുസ്ലിയാക്കന്മാരോട് എനിക്ക് പറയാനുള്ളത്. പിന്നെ സുഹൃത്തുക്കളെ, മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് ഇവരെന്തു പറയട്ടെ, മുഖാമുഖമാണല്ലോ നിങ്ങളുടെ പ്രധാന വിഷയം. ഞാൻ നേരത്തെ പറഞ്ഞു, ഞങ്ങൾ ഒരുപാട് മുഖാമുഖങ്ങൾ കേരളത്തിൽ നടത്തിയിട്ടുണ്ട്. മുഖാമുഖം എന്ന പ്രബോധന രീതി തന്നെ ഈ നാട്ടിലുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്തത് ഞങ്ങളാണ്. പക്ഷേ എന്തുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ മുഖാമുഖം നടത്തുന്നില്ല? നടത്തുന്നുണ്ട്. നിയന്ത്രിത സദസ്സിന് മുമ്പിൽ പ്രയാസങ്ങളൊന്നുമില്ലാതെ സുഗമമായി നിശ്ചയിച്ച സമയം വരെ നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ ഞങ്ങൾ ഇപ്പോഴും നടത്താൻ തയ്യാറാണ്. പക്ഷേ വിവരമില്ലാത്ത സാധാരണക്കാരെ ഇളക്കിവിട്ട് പരിപാടികൾ കലക്കാൻ മുസ്ലിയാക്കന്മാർ തന്നെ നേതൃത്വം കൊടുക്കുന്ന കാഴ്ചയാണ് പലയിടത്തും കണ്ടത്. തിരൂരിന് നടത്തി, നിങ്ങൾ കലക്കിയില്ലേ? കോഴിക്കോട് നടത്തി, നിങ്ങൾ കലക്കിയില്ലേ? കാഞ്ഞങ്ങാട് നടത്തി, നിങ്ങൾ കലക്കിയില്ലേ? എത്രയെത്ര സ്ഥലത്ത് നിങ്ങൾ കലക്കി. അതിന് ഒന്നാമതായി ഞാൻ കാണിക്കാൻ പോകുന്ന ക്ലിപ്പ്, കാഞ്ഞങ്ങാട് മുഖാമുഖത്തിൽ നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ പൊതുജനങ്ങളെ കൊണ്ടുവന്ന് ഞങ്ങളുടെ മുഖാമുഖം കലക്കിയതാണ്. അത് നിങ്ങൾ ആദ്യം ഒന്ന് കണ്ടോളൂ. എല്ലാവരും അടങ്ങിയിരിക്കുക, ആരും ബഹളമുണ്ടാക്കരുത്, എല്ലാവരും ശാന്തരായിരിക്കുക, എല്ലാവരും ശാന്തരായിരിക്കുക. ദയവ് ചെയ്ത് ആരും തന്നെ ബഹളമുണ്ടാക്കരുത്, ആരും തന്നെ ബഹളമുണ്ടാക്കരുത്. ബഹുമാന്യരായ പണ്ഡിതന്മാർ ഇവിടെ സ്റ്റേജിലുണ്ട്, അവരിതാ നിങ്ങളോട് നിർദ്ദേശം നൽകുന്നു. ഇതാണ് സക്കാഫി സംസ്കാരം എന്ന് പറഞ്ഞ. കൊണ്ടുവന്നിക്കുക കലക്കാൻ ആളെ ചയറ് വലിച്ചിട്ടാണ് എറിയുന്നത്. ഉണ്ടോ? ഈ രൂപത്തിലുള്ള പ്രവർത്തനമാണത്. പ്രവർത്തകരും ഇവിടെ ശാന്തരായിരിക്കുക, മുഴുവൻ മുജാഹിദ് പ്രവർത്തകരും ഇവിടെ ശാന്തരായിരിക്കുക. ശാന്തരായിരിക്കുക. ആരായി കൃഷ്ണകീർത്തനൻ? പ്രിയമുള്ള സുന്നി പ്രവർത്തകന്മാരുടെ പിരിഞ്ഞു പോവുക, പ്രിയമുള്ള സുന്നി പ്രവർത്തകന്മാരെ പിരിഞ്ഞു പോവുക. ഞങ്ങൾ ചോദിക്കാൻ സൗകര്യത്തിലൂടെ ആളുകളുണ്ട്. ഈ ആധുനിക മീഡിയ ഉള്ളതുകൊണ്ട് ഇതൊക്കെ വ്യക്തമായി തെളിയിക്കാൻ നമുക്ക് സാധിക്കും. എത്ര സ്ഥലങ്ങളിൽ ഞാൻ ഉദാഹരണത്തിന് ഒന്ന് മാത്രം കാണിച്ചതാ. കോഴിക്കോട് നടന്നത് എന്താ? കുട്ടിയാരി റഷീദിന്റെ നേതൃത്വത്തിലല്ലേ അവിടെ കച്ചറുണ്ടാക്കാൻ വന്നത്? എന്താണ് തിരൂരിന് നടന്നത്? മുസ്ലിയാക്കന്മാരെ തലയെക്കെട്ടിനുള്ളിൽ കല്ലുകൾ ഒളിപ്പിച്ചു കൊണ്ടെന്നാ വന്നിരുന്നത്. എന്നിട്ടോ ഞങ്ങൾ ഷാർജയിൽ മുഖാമുഖം നടത്തിയതിനെ പരിഹസിച്ചുകൊണ്ട്, ഇത് ഷാർജയല്ല, ബഹ്റൈൻ അല്ല, കേരളമാണെന്ന് ഓർത്തോളൂ. ഷാർജയിൽ നിങ്ങൾ നടത്തിയ മാതിരി, ബഹ്റൈൻ നിങ്ങൾ നടത്തിയ മാതിരി ഇവിടെ നടത്താൻ അയക്കൂല ഞങ്ങള്. അതാ ഇതിന്റെ അർത്ഥം. മുസ്ലിയാക്കന്മാര് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാ തിരൂര് മുഖാമുഖം കലക്കിയത്. പിന്നെ ഞങ്ങൾ നടത്തുന്നുണ്ടല്ലോ എന്നാ. നിങ്ങൾ നടത്തുന്ന നിങ്ങളെ മാന്യത കൊണ്ടാണ്. ഇപ്പൊ പരസ്യ സംവാദം നിങ്ങൾ തമ്മിൽ ഇപ്പൊ കാൽദി വിവാദത്തെ കുറിച്ച് തിരൂരങ്ങാടി ഒരു വാദപ്രതിവാദം നടത്തിയില്ലേ? അതിന്റെ നിങ്ങൾ പരസ്യമായിട്ട് നടത്താഞ്ഞേ? എപിയും ബികെയും തമ്മിൽ വാദപ്രതിവാദം നടത്തിയത് ഹാളിനകത്ത് വെച്ചല്ലേ? എന്താ നിങ്ങൾ പരസ്യ സംവാദം നടത്തണ്ടേ? ഞങ്ങളെ പരസ്യ സംവാദത്തിന് വെല്ലുവിളിക്കുന്നത്? അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കാര്യങ്ങൾ ഭംഗിയായി നടത്താൻ സൗകര്യപ്പെടുന്ന രൂപത്തിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ എപ്പോഴും തയ്യാറായിട്ടുണ്ട്. പല സ്ഥലത്തും അത് നടന്നിട്ടുണ്ട്. പിന്നെ സുഹൃത്തുക്കളെ, മുഖാമുഖം എന്ന് പറയുന്നത് ഇവരുടെ ഒരു നാടകമാണ്. എന്താ മുഖാമുഖം? ഇവർ തന്നെ ചോദ്യം ചോദിക്കാൻ ആളെ ശട്ടം കെട്ടി കൊണ്ടുവരിക. എന്നിട്ട് അയാൾ ഇങ്ങനെ മുജാഹിദായി അഭിനയിച്ചിട്ട് ചോദിക്കാണ്, ഉസ്താദേ ഞാനൊരു മുജാഹിദ് പ്രവർത്തകനാണ് എന്തൊക്കെ ചോദ്യം ചോദിക്കും. ഓരോ ചോദ്യം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? ആ മനസ്സിലായി, എനിക്ക് ബോധ്യപ്പെട്ടു. എന്നാ അടുത്ത ചോദിച്ചോളി. അപ്പൊ അടുത്ത ചോദിക്കും, അതും ബോധ്യപ്പെട്ടു. അൽഹംദുലില്ലാ, ഒരാൾക്കെങ്കിലും ബോധ്യപ്പെട്ടല്ലോ. അവസാനം ഞാനിതാ മുജാഹിദ് പ്രസ്ഥാനത്തിന് രാജിവെക്കുകയാണ്. അല്ലാഹു അക്ബർ. നമ്മളെ മുഖാമുഖം കൊണ്ട് ഒരാൾ സുന്നിയായിട്ടുണ്ട്. പിടിച്ചു നോക്കുമ്പോ സാധനം സുന്നി തന്നെയാ. സുള്ളിയയിൽ പോയി നടത്തി. കർണാടകത്തിലുള്ള കാസർഗോഡിനപ്പുറത്ത് സുള്ളിയ, കർണാടകം തുറന്ന മലയാളികളുടെ സ്ഥല. പോയി പിടികൂടി മുജാഹിദീങ്ങള്. ഓനെ കൊണ്ടുവന്ന് ചോദിച്ചു നോക്കുമ്പോ സാധനം മറ്റതാ. നല്ല ഇടിയങ്ങ് കൊടുത്തപ്പോ സത്യം അങ്ങോട്ട് പറഞ്ഞു, ഇന്നബല് കൊണ്ടുവന്നതാണ്. വേണ്ട, ഈ ഒരു മാസം മുമ്പ് എടവണ്ണപ്പാറയിൽ എന്താ നടന്നത്? എടവണ്ണപ്പാറയടുത്ത് നമ്മുടെ ഇ ടി ബഷീറിന്റെ നാട്ടില് ഇളവരത്ത് എന്താ നടന്നത്? AP കുട്ടികള് അവിടെ മുഖാമുഖം നടത്താൻ പോയി. ഒരാൾ മുജാഹിദായി അഭിനയിച്ച് ചോദ്യം ചോദിച്ചു. അപ്പൊ അവിടുത്തെ EK സുന്നികൾക്ക് സംശയം, എങ്ങനെ മുജാഹിദിനെ നമ്മളറിയില്ലോ, ഒക്കെ സമ്മതിച്ചു കൊടുക്കാണല്ലോ ഇയാള്. അവസാനം പിടികൂടി. ഇയാൾ ചായക്ക് ഇറങ്ങിയപ്പോ ഹോട്ടലിൽ വെച്ചാണ് ചോദിച്ച്,
മര്യാദക്ക് സത്യം പറഞ്ഞ ഈ സുന്നികൾ പിടികൂടി. കഴിഞ്ഞ അവിടുത്തെ പരിപാടിയിൽ ഞങ്ങളത് ഇവിടെ കേൾപ്പിച്ചിരുന്നു. ആളുകൾ പിടികൂടി ചോദിച്ചപ്പോൾ അവസാനവും സ്റ്റേജിൽ പോയി പറയാന്നു. അപ്പൊ മുസ്ലിം വിചാരിച്ചു ഇവൻ എന്തെങ്കിലും പ്രഖ്യാപിക്കാൻ വരികയാണ്, സുന്നിയായി പ്രഖ്യാപിക്കാനാ. മൈക്കങ്ങ് കൊടുത്ത് ഓനങ്ങ് പ്രഖ്യാപിച്ച് ഇന്നെങ്ങനെ കൊണ്ടുവന്നതായിരുന്നു. ആകെ പൊളിഞ്ഞില്ലേ. ഇളമരത്തിപ്പോ നടന്നതാ, പത്രത്തിൽ വന്നു. അപ്പൊ സുഹൃത്തുക്കളെ, ഇതുവരെ സ്വഭാവമാണ്. ഇപ്പോ ഞങ്ങളുമായി വാദപ്രതിവാദം നടത്താൻ കൊണ്ടോട്ടിയിലും കയ്പമംഗലത്തൊക്കെ ഒന്നൊരു മൊയ്തീൻ സാദി കുഴിപ്പുറണ്ട്. ഓൻ പാന്റും കുപ്പായൊക്കെ ഇട്ടിട്ട് മുജാഹിദായി അഭിനയിച്ച് ചോദ്യം ചോദിക്കാൻ വരുന്ന രംഗമാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. മുഖാമുഖ നാടകം. ഞാൻ എന്റെ ചോദ്യം അതിന് മറുപടി എന്ന നിലക്കാണ് സ്റ്റേജിൽ നിന്ന് അവതരിപ്പിച്ചത്. ഞാൻ പറയട്ടെ, ആദ്യമായ ശാസ്ത്രവും പണ്ഡിതന്മാരോട് ഞാൻ ഒന്നുകൂടെ പറയുന്നു. പുറത്തുള്ള കാര്യത്തിൽ നോട്ടീസ് എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. സ്റ്റേജിൽ നിന്ന് പറഞ്ഞ് കേട്ടു, ഒരാൾക്ക് ഒരു ചോദ്യം ചോദിക്കാവൂ, ഉപചോദ്യം ആവശ്യം വന്നാൽ 2 ഉപചോദ്യമെന്ന്. നമുക്ക് നമ്മുടെ ഉദ്ദേശം സംശയം തീരണമാണല്ലോ. പ്രത്യേകിച്ച് സുന്നി പണ്ഡിതന്മാർ നമ്മുടെ പരിപാടിയെ കുറിച്ച് അവർ ഇകഴ്ത്തി കാണിക്കൽ തന്നെ സുന്നികൾ എല്ലാവർക്കും പരസ്യമായിട്ട് എങ്ങനെ ചോദിക്കാൻ അവസരം നൽകുന്നു, മുജാഹിദ് പക്ഷക്കാർ ആ അവസരം നൽകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ നമ്മളെ ആക്ഷേപിക്കാറുള്ളത്. ആ ആക്ഷേപത്തിന് നാം മാറ്റി എഴുതണം ഇവിടെ വെച്ചുകൊണ്ട്. അപ്പോൾ ഇഷ്ടാനുസരണം എല്ലാവർക്കും ഏതായാലും ചോദിക്കാൻ കഴിയുകയില്ല. ഇവിടെ കൂടി എത്രയോ ജനങ്ങളുടെ എല്ലാവർക്കും ചോദിക്കാൻ കഴിയുകയില്ല. അപ്പോൾ ഈ ചോദിക്കുന്ന വ്യക്തികൾക്ക് സംശയം തീരട്ടെ, അതുവരെ അവർ ചോദിക്കട്ടെ എന്നുള്ളതായിരിക്കുന്ന സൽബുദ്ധിയോടുകൂടെ നാം മുന്നോട്ട് തുടരുക. ആരാ നമ്മളെ പരിപാടി? ആരാ ഇവിടെ ചാലിയത്ത് പഠിച്ചോനാ? പിത്തനൊക്കെ ഇവിടുന്ന് പഠിച്ചോനാ? മൊയ്തീൻ സാദി കുഴിപ്പുറം. നമ്മളെ ഈ പരിപാടി സുന്നി പണ്ഡിതന്മാർ പറയുന്നു, സാക്ഷാൽ ഖുറാഫിയായി പറയണത് ആണോ? ഇനി അവന്റെ യഥാർത്ഥ രൂപങ്ങളൊന്ന് കണ്ടോളി. യഥാർത്ഥ മൊയ്തീൻ സാദിനെ ആദ്യമായിക്കൊണ്ട് അവിടെ നിന്ന് ചോദിച്ചത്, അള്ളാഹു അല്ലാത്ത മറ്റ് ആളുകളെ വിളിച്ചുകൊണ്ട് സഹായം അഭ്യർത്ഥിക്കുന്നത്, വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന് അവർ പറഞ്ഞ ആ പദം കൊണ്ടുള്ള ഉദ്ദേശം സഹായം അഭ്യർത്ഥിക്കുക എന്നാണ്. കണ്ടോ? അപ്പൊ യഥാർത്ഥത്തിൽ വാദപ്രതിവാദം നടത്താനൊക്കെ പോകുന്ന മുസ്ലിയാര് ടീഷർട്ടും പാന്റും ഇട്ടിട്ട് മുജാഹിദായി വേഷം കെട്ടിയിട്ട് ചോദ്യം ചോദിക്കാൻ വരികയാണ്. ഞാനിതാ ഒരു മുജാഹിദ് പ്രവർത്തകനാണെന്നും പറഞ്ഞിട്ട്. ഇത് എത്രയോ സ്ഥലത്ത് വരെ പയറ്റിയതാണ്. മത്തൊരു മുസ്ലിയാണ് സുബൈർ സഖാഫി പൂക്കുളത്തൂര്. അയാളും ഇതുപോലെ വേഷം മാറിപ്പോയി ചോദ്യം ചോദിക്കാൻ വന്നു. അതുകൊണ്ടൊന്ന് കണ്ടോളി. അവിടെ ഇരിക്കുക 2-3 ആള് മാത്രമേ പ്രശ്നം ഉണ്ടാക്കുന്നുള്ളൂ. ആ മുസ്ലിയാരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ചോദ്യം ചോദ്യത്തിനുള്ള അവസരം തന്നാൽ മതി. ഇത് ചോദ്യത്തിനുള്ള അവസരം തന്നാൽ ഇത് നിയന്ത്രിക്കാൻ എനിക്ക് കഴിയും. ചോദ്യത്തിനുള്ള അവസരം തന്നാൽ ഇത് നിയന്ത്രിക്കാൻ എനിക്ക് കഴിയും. അതാ റൗണ്ടിലിട്ട് കാണിച്ച മുസ്ലിയാരാണ് സുബൈർ സഖാഫി പൂക്കുളത്തൂര്. ഇനി അയാൾ തന്നെ യഥാർത്ഥത്തിലുള്ള സുബൈർ സഖാഫി ആയിട്ട് നിങ്ങൾക്കൊന്ന് കാണാം. അതേ സമയം നിങ്ങളുടെ പാഠം ഉൾക്കൊള്ളുന്നില്ലേ? സംഭവത്തിൽ നിന്നൊരു വലിയ പാഠമില്ലേ? ആദരിക്കുകയും ചെയ്ത ആ ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാത്തതിന്റെ പേരിൽ എന്നേക്കുമായി നഷ്ടകാരിയായി ആദം നബി ഇബ്ലീസ് അതാ ഈ ലോകത്തും ശപിക്കപ്പെട്ടവനായി. അപ്പോ ഒരു ഉദാഹരണത്തിന് വേണ്ടി മാത്രം കാണിച്ചതാണ്. ഇതാണ് എല്ലാ സ്ഥലത്തും നടത്തുന്ന മുഖാമുഖങ്ങൾ. അവർ തന്നെ ചോദ്യം ചോദിക്കാൻ ആളെ കൊണ്ടുവരാ, ചോദ്യവും റെഡി, ഉത്തരവും റെഡി. അവസാനം മുജാഹിദ് സുന്നിയായി. ആ സുന്നിയായ ആളെ പേരൊന്നും അവിടെ പറയോ? ഇല്ല. ഏത് മുജാഹിദ് യൂണിറ്റിൽ അങ്ങാണ് ഇവനെവിടെയാ മെമ്പർഷിപ്പ്? അതൊന്നും പെട്ടെന്ന് ഇവരെ സദസ്സിൽ ആരും ചോദിക്കാൻ നിൽക്കൂലല്ലോ എന്ന നിലക്ക് യാക്കൗമിനെ പിടിച്ചു നിർത്താൻ വേണ്ടി ഉസ്താദിന്റെ മുഖാമുഖം കൊണ്ട് മുജാഹിദ് അപ്പം അങ്ങ് സുന്നിയായി. എന്താ നമ്മളെ ഉസ്താദിന്റെ വിവരം, എന്തോ ഒരു മുഖാമുഖാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ആദർശത്തിന്റെ പൗറ് കണ്ടോ? ഇത് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മുഖാമുഖ നാടകം അതവിടെ നടക്കുന്നത്. 200ഓളം മുഖാമുഖം നടത്തിയ ആളാണ് അലവി സഖാഫിയും അതുപോലെ സുലൈമാൻ സഖാഫിയും. ഞങ്ങളെ മുമ്പിൽ വന്ന് മണ്ണാർക്കാട് സമദിയത്ത് സ്ഥാപിച്ചുകൊണ്ട് നടന്ന ആളുകളോട് ഞങ്ങളൊരൊറ്റ ചോദ്യം ചോദിച്ചിട്ടുള്ളൂ. ആ ചോദ്യത്തിന്റെ സമദിയത്തിന്റെ കഥ കഴിഞ്ഞു. എന്തായിരുന്നു ആ ചോദ്യം? പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്ന കാലഘട്ടത്തിലുള്ള മുശ്രിക്കുകള് അവര് വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന മഹാന്മാർക്ക് സമദിയത്ത് കൽപ്പിച്ചിരുന്നുവെന്ന്
പരിശുദ്ധ ഖുർആൻ കൊണ്ടോ തിരുസുന്നത്ത് കൊണ്ടോ തെളിയിക്കാൻ പറ്റുമോ? അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്ത് പോലുള്ളവർക്ക് ഇബ്രാഹിം നബിനെ വിളിച്ച് പ്രാർത്ഥിച്ചു, ഇസ്മായിൽ നബിയെ വിളിച്ച് പ്രാർത്ഥിച്ചു, ലാത്തയെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഇന്ന് ഇവര് പറയുന്നത് എന്താ? ഞങ്ങൾ വയ്യദ്ദീൻ ശേഖനെയും അമ്പർത്തങ്ങളൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. അവർക്കൊന്നും ഞങ്ങൾ സ്വമതീയത്ത് കൽപ്പിക്കുന്നില്ല. സ്വമതീയത്ത് എന്ന് പറഞ്ഞാൽ സ്വയം പര്യാപ്തത, സ്വയം കഴിവ് കൽപ്പിക്കുന്നില്ല. അവർക്കൊക്കെ അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കുന്ന മഹാന്മാരാണ്. അമ്പർത്തങ്ങളാണ് ഈ ലോകത്തെ പടച്ചതെന്നോ അദ്ദേഹത്തിന് സ്വയം കഴിവുണ്ടെന്നോ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കുന്ന മഹാന്മാർ. അപ്പൊ സ്വമതീയത്ത് കൽപ്പിച്ചാൽ മാത്രമേ പ്രശ്നമുള്ളൂ. ഞങ്ങൾ വൈദ്യ ശേഖനോ മത്തകളോ സ്വമതീയത്ത് കൽപ്പിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന കാലഘട്ടത്തിൽ അബൂജഹലും മുത്തുബത്തും ശൈബത്തും ഒക്കെ അവർ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നൊക്കെ സ്വമതീയത്ത് കൽപ്പിച്ചിരുന്നോ? അങ്ങനെ കൽപ്പിച്ചെന്ന് തെളിയിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. തെളിയിക്കാൻ മുസ്ലിയാക്കന്മാർക്ക് സാധിച്ചില്ല. 200ഓളം മുഖാമുഖം നടത്തി വിജയശ്രീ ലാളിതരായി നടന്നിരുന്നവർ ഞങ്ങളെ മുമ്പിൽ വന്നപ്പോ AP മുഹമ്മദ് മുസ്ലിയാർ ഇങ്ങനെ മേപ്പെട്ട് നോക്കിയിരിക്കുക. ശിഷ്യന്മാരെ പ്രകടനം കണ്ടിട്ട് വിയർത്ത് കുളിച്ച് അത് ആ സംവാദം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞ ശേഷം പിന്നെ സമതീയത്തേറ്റ് നടന്നിട്ടില്ല. ഇപ്പൊ സമതീയത്ത് എവിടെ പോയി? ഇപ്പൊ സമതീയത്തിനെ കുറിച്ചുള്ള ചർച്ചയില്ല. മണ്ണാർക്കാട് സംവാദം കഴിഞ്ഞോടി സമതീയത്തിനെ മണ്ണാർക്കാടിന്റെ മണ്ണിൽ ഞങ്ങൾ കുഴിച്ചുമൂടി. അതാണ് വാസ്തവം. എന്നിട്ട് മുഖാമുഖ പ്രഹസനങ്ങളുമായി ഇവിടെ മുസ്ലിയാക്കന്മാർ നടക്കുകയാണ്. പിന്നെ സുഹൃത്തുക്കളെ, ഞാനിവിടെ പ്രസംഗിച്ച ചില വിഷയങ്ങൾക്കൊക്കെ മുസ്ലിയാർ മറുപടി പറയാൻ ശ്രമിച്ചു. ചിലത് മുമ്പ് പറഞ്ഞിട്ടേ ഇല്ല. അതെല്ലാം കൂടി വിശദീകരിക്കാൻ സമയമല്ലാത്തതുകൊണ്ട് പറഞ്ഞതിനെ സംബന്ധിച്ച് പറയാൻ ശ്രമിച്ചതിനെ കുറിച്ച് മാത്രം പറയാം. ഇവരെ ആദ്യമായിട്ട് ഇവിടെ സ്വാഗതം പറഞ്ഞ ആൾ കഴിഞ്ഞ യോഗത്തിൽ പറഞ്ഞിരുന്നു, ഇവർ ബ്രിട്ടീഷ് ചാരന്മാരാണ് മുജാഹിദുകൾ. വാസ്തവത്തിൽ ഇവരും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള ബന്ധം വളരെ ഗത്യന്തരമില്ലാത്ത ഘട്ടത്തിൽ മാത്രമേ ഞങ്ങൾ പറയലുള്ളൂ. കാരണം അത് അങ്ങനത്തെ ഒരു വിഷയമായതുകൊണ്ട്. പക്ഷെ ഞങ്ങളെ കൊണ്ടത് പറയിപ്പിച്ചു. സ്വാഗതം പറഞ്ഞ മുസ്ലിയാർ കഴിഞ്ഞവർ പറഞ്ഞ മുജാഹിദുകൾ ബ്രിട്ടീഷ് ചാരന്മാരാണ്. അപ്പൊ സ്വാഭാവികമായും ആരാണ് ബ്രിട്ടീഷ് ചാരൻ, ആരാണ് ബ്രിട്ടീഷ് അനുകൂലികൾ, അത് ഞങ്ങൾക്ക് പറയേണ്ടി വന്നു. പറഞ്ഞപ്പോ ഞാൻ സമസ്തക്കാരുടെ പ്രമേയം എടുത്ത് വായിച്ചിരുന്നു. പക്ഷെ അലവി സഖാബി വന്നിട്ട് പറയാണ്, നമ്മൾ ബ്രിട്ടീഷ് അനുകൂലികളാണ്. അതിനെന്താ തെളിവ്? അതിന്റെ തെളിവ് വൈസ്രോയിയെ ബോംബാക്രമണം നടത്തിയതിൽ നമ്മൾ പ്രതിഷേധിച്ചു, അതാണ് ഇത്രേ പ്രശ്നം എന്ന്. കണ്ടോ നിങ്ങള്? വൈസ്രോയിയെ ബോംബാക്രമണം നടത്തിയതിൽ പ്രതിഷേധിച്ചു, അതാണ് പ്രശ്നം എന്നാ മൂപ്പര് പറഞ്ഞത്. വാസ്തവത്തിൽ എന്താ സംഭവിച്ചത്? വൈസ്രോയിയെ ബോംബാക്രമണം നടത്തിയതിൽ പ്രതിഷേധിച്ചല്ല, വൈസ്രോയി ദേശീയ വിപ്ലവകാരികളെ ബോംബാക്രമണത്തിൽ രക്ഷപ്പെട്ടതിൽ അളവറ്റ സന്തോഷം രേഖപ്പെടുത്തി എന്നാണ് പറഞ്ഞത്. അതാണ് വാസ്തവം. മാത്രല്ല ഇവര് പറഞ്ഞപ്പോ എന്താണെന്നറിയോ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ബോംബിങ്ങില് ഞങ്ങൾ സന്തോഷിക്കാൻ വേണ്ടത്, നമ്മളെ ശത്രുക്കളാണെങ്കിലും ബോംബിങ് നടത്തിയാൽ ബോംബെറിഞ്ഞ് ആക്രമിക്കാന്നൊക്കെ പറഞ്ഞാൽ മോശമല്ലേ? പിന്നെന്താ ഞങ്ങൾ ബോംബിങ് നന്നായി പത്രപ്രസ്താവന ഇറക്കണോ? അപ്പൊ മറ്റതൊക്കെ അങ്ങ് വിഴുങ്ങി. എന്ത് വിഴുങ്ങി? സമസ്തക്കാര് പാസാക്കിയ പ്രമേയം വിഴുങ്ങി. എന്നിട്ട് അതിനെ സംബന്ധിച്ച് പറയുന്നത് എന്താണെന്നറിയോ, ഞങ്ങൾ മാത്രല്ല വേറെ പല ആളുകളും ഇതുപോലെ ബ്രിട്ടീഷുകാരുടെ വൈസ്രോയിക്ക് ഉണ്ടായ ദുരന്തത്തിലും മറ്റുമൊക്കെ പ്രതിഷേധം ഉണ്ടായിത്തന്നെ ഞങ്ങൾ മാത്രല്ല. എന്നാൽ സുഹൃത്തുക്കളെ, അവരെന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാരെ എതിർത്തത്? കേട്ടോളൂ. സാധുക്കളും നിരപരാധികളുമായ കേരള മുസ്ലിമീങ്ങളെ കോൺഗ്രസ് കക്ഷിക്കാർ അവരുടെ ഉദ്ദേശ നിർവഹണത്തിനായി ഖിലാഫത്ത് കമ്മിറ്റി എന്ന പേരും പരസ്യം ചെയ്ത് അവരുടെ മായാവലയിൽപ്പെടുത്തുകയും അവിവേകികളും പാമരന്മാരുമായ മുസ്ലിമീങ്ങളെ മുമ്പിലേക്ക് തള്ളി കക്ഷിവഴക്കളും ബഹളവും ഉണ്ടാക്കി കേരളം മിക്കവാറും സ്ഥലങ്ങളിൽ വമ്പിച്ച ലഹള നടന്നതിന്റെ ഫലമായി എത്രയോ അനവധി മുസ്ലിം സഹോദരങ്ങൾ തോക്കിനിരയാവുകയും ജയിൽ ശിക്ഷയ്ക്ക് കാരണഭൂതരായി തീരുകയും ചെയ്തുവല്ലോ. ഭരണകർത്താക്കളോട് എതിർക്കലും അവരുടെ കൽപ്പന അനാദരവ് ചെയ്യലും മതവിരോധമായിട്ടുള്ള കാര്യമായിരിക്കെ കോൺഗ്രസ് കക്ഷിക്കാരുമായി യോജിക്കലും അവരോട് സഹകരിക്കലും ഒരിക്കലും യഥാർത്ഥ മുസ്ലിമീങ്ങൾക്ക് ചെയ്യുവാൻ പാടില്ലാത്തതുമാകുന്നു. അവതാരകൻ കെ മമ്മൂട്ടി സാഹിബ് ബഹദൂർ, ഏറനാട് താലൂക്ക് മെമ്പർ. അനുവാദകന്മാർ കെ മുഹമ്മദ് മീര മൗലവി, AP അഹമ്മദ് കുട്ടി മൗലവി. സർവസമ്മതമായി പാസാക്കീന ഇത് സമസ്ത കേരള ജമിയത്തിലും 6ാം വാർഷിക റിപ്പോർട്ട്. ഫറൂഖ് ബഹുമാനപ്പെട്ട മൗലാന മൗലവി അബു സഅദാത്ത് ശിഹാബുദ്ദീൻ അഹമ്മദ് കോയ സാഹിബ് അധ്യക്ഷതയിൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചാലിയാത്തില്ലേ, ചാലിയാത്തിന്റെ നേതൃത്വത്തിൽ 1933 മാർച്ച് 5 ഞായറാഴ്ച കൂടിയ സമ്മേളനത്തിന്റെ റിപ്പോർട്ടും സ്വീകരണ സംഘാധ്യക്ഷന്റെ സ്വാഗത പ്രസംഗം യോഗ നടപടികളും സർവസമ്മതമായി പാസ്സാക്കപ്പെട്ട പ്രമേയങ്ങളും അടങ്ങിയ റിപ്പോർട്ട്. ഇതെന്നാ ഞങ്ങൾ വായിച്ചത്. അപ്പൊ നിങ്ങൾ യോഗം കൂടി പ്രമേയം പാസ്സാക്കിയതാണ്. എന്താ പാസ്സാക്കിയത്? ഭരണകർത്താക്കളെ എതിർക്കൽ ദീനിനെതിരാണ്. അതുകൊണ്ട് ഇപ്പൊ ഭരിക്കണത് ആരാ? ബ്രിട്ടീഷുകാരാണ്. ഓരെ എതിർക്കൽ ദീനിനെതിരാണ്. അതാ സംഭവിച്ചത്. ആയിരക്കണക്കിന് ഇന്ത്യക്കാരെ നിർദ്ദയം കൊലപ്പെടുത്തുവാൻ കൽപ്പന കൊടുത്ത ഒരു വൈസ്രോയി ആയിരുന്നു ഇർവിൻ പ്രഭു.
സ്വാഭാവികമായും ആയിരങ്ങളെ കൊന്നൊടുക്കിയ ആള് അയാളൊന്ന് മരിച്ചോട്ടെ എന്ന് ദേശീയ വിപ്ലവകാരികൾ ചിന്തിച്ചെങ്കിൽ അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. അവർക്ക് വേറെ നിവൃത്തിയില്ല. കോടതിയിൽ പോയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോയിട്ടോ നീതി കിട്ടുന്ന ഒരു കാലല്ല. ഭരണകൂടത്തിന്റെ അടുത്ത് നീതി കിട്ടുന്ന ഒരു കാലത്ത് നീതി നടപ്പിലാക്കി കിട്ടുമെങ്കിൽ ഉത്തരവാദപ്പെട്ട ആളുകളെ സമീപിച്ചേ ചെയ്യാൻ വേണ്ട. അതിനൊന്നും നിവൃത്തിയില്ലാത്ത കാലത്താണ് അങ്ങനത്തെ ഒരു അവസ്ഥ അവർക്ക് ഉണ്ടായത്. എന്നിട്ടോ ബോംബ് ചെയ്ത് നന്നായില്ല എന്നല്ല പറഞ്ഞത്. നമ്മളെ ബഹുമാനപ്പെട്ട വൈസ്രോയി രക്ഷപ്പെട്ടതിൽ ഞങ്ങൾ ഇതാ സന്തോഷം രേഖപ്പെടുത്തുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ സുഹൃത്തുക്കളെ, സമസ്ത പ്രമേയം പാസാക്കിയതാണ്, അല്ലാതെ ഏതെങ്കിലും ഒരു മുസ്ലിയാർക്ക് സംഭവിച്ച നാക്കുപ്പഴയല്ല, വെറും വൈസ്രോയി പ്രശ്നമല്ല അത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇരു സുഹൃത്തുക്കളെ, വേറെന്താവുന്ന നിങ്ങള് കെ എം മൗലവി ഒളിച്ചോടിയില്ലേന്നാ. കെ എം മൗലവി ഒളിച്ചോടി. വാസ്തവത്തിലെത്താ സംഗതി, ഏറനാട് താലൂക്ക് ഖിലാഫത്ത് കോൺഗ്രസ് നേതാവായിരുന്നു കെ എം മൗലവി തയ്യിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ. അദ്ദേഹം യഥാർത്ഥത്തില് ലഹള ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിച്ച ആളാണ്. ഓടി നടന്ന് ആളുകളോട് സംയമനം പാലിക്കാൻ ആവശ്യപ്പെട്ട നേതാവാണ് കെ പി കേശവനോടൊക്കെ കൂടെ. പക്ഷേ ലഹള അവസാനിച്ചപ്പോ ലഹള ഇളക്കി വിട്ടാളെന്ന കുറ്റം ചുമത്തി കലക്ടർ തോമസ് അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി ഉത്തരവിട്ടു. അപ്പോൾ അദ്ദേഹം ബ്രിട്ടീഷുകാർക്ക് സ്വാധീനമില്ലാത്ത കൊടുങ്ങല്ലൂരിലേക്ക് താമസം മാറി. അദ്ദേഹം മാത്രല്ല, വേറെയും പല ആളുകളും താമസം മാറിയിട്ടുണ്ട്. കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ താമസം മാറിയിട്ടുണ്ട്. ഈ കലക്ടറുടെ കുറ്റപത്രത്തെ കുറിച്ച് ഒന്ന് കേട്ടോളൂ. തയ്യിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ കടുത്ത നാശകാരിയും കുറ്റക്കാരനുമാണെന്ന് കലക്ടർ DEO ലെക്ചറിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇയാൾ ഇവിടെ വായിച്ച കെ എം മൗലവി എന്ന പുസ്തകത്തിലെ കെ അബ്ദുൽ കരീം പറയാണ്. അപ്പൊ ലഹള ഇളക്കി വിട്ട ആളെന്ന കുറ്റം ചുമത്തി അദ്ദേഹത്തെ കൊല്ലാൻ ഉത്തരവിട്ട സന്ദർഭത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ഇവിടുത്തെ താമസം മാറിയത്. പലരും അങ്ങനെ ഓടിപ്പോയിട്ടുണ്ട് ആ സന്ദർഭത്തില്. ഇതാ താനൂർക്കാരൻ ആമനുമാന്റെ അകത്ത് പരീക്കുട്ടി മുസ്ലിയാർ, അദ്ദേഹം ഖിലാഫത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റ് കണ്ടുകെട്ടി ഇദ്ദേഹത്തിന്റെ ഖിലാഫത്ത് തർജുമ. ലഹളക്കാലത്ത് ഇദ്ദേഹം വേഷപ്രച്ഛന്നനായി മക്കയിലേക്ക് നാട് കടന്നു. സുമാർ 1/4 നൂറ്റാണ്ട് അവിടെ വെച്ച് അന്തരിച്ചു. അതുമാത്രല്ല, കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ, ഇങ്ങനെ പല ആളുകളും. അതേസമയം മലബാർ ലഹളയെ സംബന്ധിച്ച് അവര് ചെയ്തത് കുറ്റമായിരുന്നില്ല, അന്യായമായി അവരുടെ മേൽ കുറ്റം ചാർജ് ചെയ്തായിരുന്നു എന്ന് തെളിയിക്കപ്പെടുകയും അവർക്കെതിരെ ചാർജുകൾ പിൻവലിക്കുകയും ചെയ്തപ്പോ 1932 കെ എം മൗലവി ഈ മലബാറിലേക്ക് തിരിച്ചു വന്നു. പിന്നെയും ഖിലാഫത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിലും പിന്നീട് മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിലും അദ്ദേഹം പ്രവർത്തിച്ച് ബ്രിട്ടീഷുകാർക്കെതിരിൽ അവസാനം വരെ നിലകൊണ്ട ആളാണ്. പക്ഷെ കെ എം മൗലവി തിരിച്ചു വരുമ്പോഴും സമസ്തയുടെ പ്രേതങ്ങൾ ഇവിടെ ബ്രിട്ടീഷുകാർക്കെതിരിൽ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി ഫത്വ ഇറക്കി നിലകൊള്ളുകയാണ് ചെയ്തിട്ടുള്ളത്. താമസം മാറിയത് എന്തുകൊണ്ടാ? കലക്ടർ തോമസ് അന്യായമായ കുറ്റം ചുമത്തി കൊല്ലാൻ ഉത്തരവിട്ടു. എന്നെ കൊന്നോളി എന്ന് പറഞ്ഞ ബ്രിട്ടീഷുകാർക്ക് നിന്നൊടുക്കാണോ പിന്നെ വേണ്ടത്? അല്ല, തൽക്കാലം ഇങ്ങോട്ട് താമസം മാറി. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുന്നു. അവിടെ കോടതിയോ പോലീസോ ഒന്നും രക്ഷിക്കാനില്ല, നിയമമില്ല. അതുകൊണ്ട് തൽക്കാലം താമസം മാറി. പിന്നീടോ അതാ അതും കൂടി കേട്ടോളൂ. മലബാർ ലഹള കുറ്റം ചുമത്തപ്പെട്ടവരുടെ പേരിൽ നിന്ന് ആ ചാർജ് പിൻവലിക്കാൻ ധീരോദാത്തവും അഭിനന്ദനീയമായ ത്യാഗസേവനം അനുഷ്ഠിച്ചിരുന്ന ജനാബി പോക്കർ സാഹിബ് മുഹമ്മദ് അബ്ദുറഹ്മാൻ മുതലായ നേതാക്കളെയും അഭിനന്ദിച്ചുള്ള പ്രമേയം ആ യോഗത്തിൽ സർവ്വസമ്മതമായി പാസാക്കി. കണ്ടോ? അപ്പൊ യോഗത്തില് ഐക്യസംഘത്തിന്റെ യോഗത്തിലും മറ്റുള്ള യോഗത്തിലും ഒക്കെ വന്നിട്ട് അറിയിക്കാണ്, ഇതാ നിങ്ങൾക്കെതിരെ കുറ്റപത്രം പിൻവലിച്ചിട്ടുണ്ട്, ഞങ്ങൾ അതിനു വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്, അവിടെ നിങ്ങൾക്ക് തിരിച്ചു വരാം. സസന്തോഷം അവർ തിരിച്ചു വന്നു. പിന്നെയും അവർ ഇവിടെ ധാരാളമായി കോൺഗ്രസിനും ഖിലാഫത്തിനും ഒക്കെ ഇതിൽ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയിട്ടുണ്ട്. സമസ്തക്കാരെ സംബന്ധിച്ചിടത്തോളം എന്നിട്ട് ഇവിടെ പറഞ്ഞെന്താറിയോ? സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ ആയിരക്കണക്കിന് പിടഞ്ഞു മരിക്കുമ്പോൾ ഇവരെ കെ എം മൗലവി ഒളിച്ചോടി. ഒരൊറ്റ സമസ്തക്കാരന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾ സമസ്ത നേതാക്കളിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയിട്ട് പടഞ്ഞു മരിച്ച ഒരാളെ പേരുകൾ പറഞ്ഞാണ്. ആലി മുസ്ലിയാർ ഞങ്ങളാളല്ലേ? ആലി മുസ്ലിയാർ സമസ്ത ഉണ്ടാണിന് മുമ്പ് മരിച്ചുപോയ മനുഷ്യനാ, മനസ്സിലായില്ലേ? സമസ്ത ഉണ്ടാണിന് മുമ്പ്. പക്ഷേ സമസ്തക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെന്താ പറഞ്ഞിരുന്നത്? സമസ്തയിൽ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ഇതാ സമസ്ത കേരള ജമിയത്തുൽ ആ സംഘത്തിൽ അംഗങ്ങളായി ചേർന്ന മുസ്ലിംമാരെല്ലാവരും കോൺഗ്രസ്സുകാരല്ലാത്തവരും ഗവൺമെന്റ് കക്ഷിയുമായിരിക്കണം. AP അഹമ്മദ് കുട്ടി മൗലവി അവതാരകൻ, കൊല്ലോളി അബ്ദുൽ ഖാദർ മൗലവി അനുവാദകൻ, ഇങ്ങനെ പാസാക്കി. ഇതേ യോഗത്തില് ചാലിയാത്തിന്റെ അധ്യക്ഷയിൽ ചെന്ന യോഗത്തിൽ പാസാക്കിയതാ. അപ്പൊ ആലി മുസ്ലിയാരെങ്ങാനും സമസ്ത ഉള്ള കാലത്തുണ്ടെങ്കിൽ മൂപ്പർക്ക് മെമ്പർഷിപ്പ് കൊടുക്കൂല. കാരണം എന്താ? മൂപ്പര് കോൺഗ്രസിന്റെയും ഖിലാഫത്തിന്റെയും നേതാവാണ്. അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. പക്ഷേ തൂക്കിക്കൊല നടപ്പിലാക്കുന്ന തലേ ദിവസം അദ്ദേഹം മരിച്ചുപോയി റഹിമഹുല്ലാ. അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രവർത്തിച്ച ഒരാളായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ വിശ്വാസാചാരങ്ങൾ എടുത്തു നോക്കിയാൽ ഇന്നത്തെ മുസ്ലിയാക്കന്മാരുടെ
വിശ്വാസാചാരങ്ങളുമായി ബന്ധപ്പെട്ട ചില വിശ്വാസാചാരങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കാം. പക്ഷെ അദ്ദേഹം ഒരിക്കലും സമസ്തന്റെ ആളായിരുന്നില്ല. സമസ്ത വരുന്നതിന് മുമ്പ് പോയ ആളാണ്. സമസ്ത ഉള്ള കാലത്തെങ്ങാൻ ആദ്യം ഉണ്ടായിരുന്നെങ്കിൽ ആൾക്ക് മെമ്പർഷിപ്പും കൊടുക്കൂല. കാരണം അയാൾ കോൺഗ്രസിന്റെയും ഖിലാഫത്തിന്റെയും ശക്തനായ പ്രവർത്തകനായിരുന്നു. അങ്ങനത്തെ സമസ്ത മെമ്പർഷിപ്പ് കൊടുക്കൂലെന്ന് പ്രമേയം പാസാക്കിയിട്ടുള്ള ആളുമാണ്. പിന്നെ സുഹൃത്തുക്കളെ, ഞങ്ങളെ കുറിച്ച് ഇവർ പറഞ്ഞ പ്രധാനപ്പെട്ട മറ്റൊരു ആരോപണം എന്താ അറിയോ? മുജാഹിദീങ്ങളെ നിസ്കാരവും നോമ്പൊന്നും അള്ളാഹു സ്വീകരിക്കൂല. അതൊന്ന് കേട്ടോളി നിങ്ങള്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിന് മറുപടി പഠിപ്പിച്ചതു കാണാം. ഇമാം ഇബ്നു മാജ ഉദ്ധരിക്കുന്നു തന്റെ സുനനിൽ, ലാ യഖ്ബലുല്ലാഹു ലിസാഹിബി ബിദ്അ, പുത്തൻ പ്രസ്ഥാനക്കാരനായ വ്യക്തി, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുള്ള വ്യക്തി, അവരിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കുകയില്ല. സൗമൻ, അവന്റെ നോമ്പ് അല്ലാഹു സ്വീകരിക്കൂല. വലാ സ്വലാത്തൻ, അവന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. വലാ സകാത്തൻ, അവന്റെ സകാത്ത് അല്ലാഹു സ്വീകരിക്കുകയില്ല. വലാ നുസുകൻ, അവന്റെ ഹജ്ജ് ഉംറ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുകയില്ല. വലാ സർഫൻ വലാ അദ്ലാ, അവന്റെ ഒരു ഫർളായ ഇബാദത്തും ഒരു സുന്നത്തായ ഇബാദത്തും അല്ലാഹു സ്വീകരിക്കുകയില്ല. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പോ സാഹിബ് ബിദ്അത്തിൻ എന്ന് പറഞ്ഞാൽ അത് പുത്തൻ പ്രസ്ഥാനക്കാരാണ്. അതാരാ? മുജാഹിദീങ്ങള്, ജമാഅത്തുകാര്. അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്ന് പറഞ്ഞാലോ അത് നമ്മള് സാധാരണക്കാരുടെ മുന്നിൽ പറഞ്ഞു കൊടുക്ക. മുജാഹിദീങ്ങളെ നിസ്കാരം സ്വീകരിക്കൂല, നോമ്പ് സ്വീകരിക്കൂല, സക്കാത്ത് സ്വീകരിക്കൂല. അതൊക്കെ ആർദാ സ്വീകരിക്കാം? ബർദാ സ്വീകരിക്കാം. വാസ്തവത്തിൽ ശിർക്ക് ചെയ്യുന്നവരെ അമല അല്ല സ്വീകരിക്കാത്തത്. വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. മുഹമ്മദ് നബിയെ, നിങ്ങൾക്കും നിങ്ങളുടെ മുമ്പുള്ള അമ്പിയാക്കൾക്കും വഹി നൽകപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ശിർക്ക് വെച്ചാൽ നിങ്ങളുടെ അമലുകൾ പൊളിഞ്ഞു പോകുന്നതാണ്. നിങ്ങൾ നഷ്ടപ്പെട്ടവരെ കൂട്ടത്തിൽ പെട്ടുപോകും. അള്ളാഹു വിരോധിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് നേരെ ഘടക വിരുദ്ധമായ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക, അള്ളാഹു അല്ലാത്തവർ നേർച്ച വഴിപാടുകൾ നടത്തുക, അള്ളാഹു അല്ലാത്തവരെ പിടിച്ച് സത്യം ചെയ്യുക, ഇങ്ങനെയുള്ള ശിർക്കൻ പ്രവർത്തനങ്ങളും ശിർക്കൻ വിശ്വാസങ്ങളും വെച്ച് പുലർത്തുന്ന ആളുകൾ അവരുടെ അമലൊന്നും അല്ല സ്വീകരിക്കൂല. അവരെത്ര നിസ്കരിച്ചിട്ടും കാര്യമല്ല, എത്ര നോമ്പെടുത്തിട്ടും കാര്യമല്ല, അമലൊക്കെ പൊളിഞ്ഞു പോകും. എന്നാൽ ഞങ്ങളെ സംബന്ധിച്ച് വരുമ്പോൾ ഞങ്ങൾ ബിദ്അത്തിന്റെ കക്ഷികളാണെന്നാ. ബിദ്അത്തിന്റെ കക്ഷി ഞങ്ങൾ എന്താ ബിദ്അത്ത് ചെയ്തത്? നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? പുത്തൻ പ്രസ്ഥാനക്കാരെന്ന് പറഞ്ഞു. എന്താ പുത്തനും പഴയതും തമ്മിലുള്ള വ്യത്യാസം? ഞങ്ങൾ കേൾക്കാത്തത്, ഞങ്ങൾ ഉപ്പാപ്പ കേൾക്കാത്തത്, ഉപ്പാനൊപ്പ കേൾക്കാത്തത്, ഉമ്മാനൊപ്പ കേൾക്കാത്തത്, ഒന്നോ രണ്ടോ തലമുറയിൽ കഴിഞ്ഞു പോയവരാരും കേൾക്കാത്തത്, അതാണോ പുത്തൻ എന്ന് പറഞ്ഞ? അല്ല. പുത്തൻ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്തിനും ശേഷമുണ്ടായത്, അതാണ് പുത്തൻ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും കഴിഞ്ഞു പോയിട്ട് 13 നൂറ്റാണ്ടായി. അപ്പൊ ഇസ്ലാമിക സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില വിദ്യാർത്ഥികൾക്ക് 13 നൂറ്റാണ്ട് ആയുസ്സുണ്ടാകും. 1000 കൊല്ലം മുമ്പുള്ള വിദ്യാർത്ഥി ഉണ്ടാകും, 900 കൊല്ലം മുമ്പുള്ള വിദ്യാർത്ഥി ഉണ്ടാകും. അപ്പൊ പ്രായം നോക്കിയിട്ടോ എത്ര നൂറ്റാണ്ടായി നിലനിൽക്കണോ നോക്കിയിട്ടല്ല വിദ്യാർത്ഥോ സുന്നത്തോ തീരുമാനിക്ക. ഹദീസിലുണ്ടോ ഖൗലുർ റസൂലു ഫഅലുഹു വതഖരീറുഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക്, പ്രവൃത്തി, അംഗീകാരം, ഇത് മൂന്നിൽ ഏതെങ്കിലും ഒന്നിന്റെ പിന്തുണയില്ലതാണ് ഇസ്ലാമിൽ സുന്നത്ത് എന്ന് പറയുന്നത്. ഇതിൽ മൂന്നിന്റെ ഒന്നിന്റെയും പിന്തുണയില്ലാത്തതും റസൂലുള്ളാഹിന്റെയും സഹാബത്തിന്റെയും കാലശേഷം ദീനിൽ കടത്തിക്കൂട്ടപ്പെട്ടതുമായ കാര്യം, വിശ്വാസമാകട്ടെ കർമ്മമാകട്ടെ, അതിനാണ് ബിദ്അത്ത് എന്ന് പറയാ. നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഒരു വിശ്വാസം സഹാബത്തിന്റെ വിശ്വാസമല്ല, സഹാബത്തെ ഓർപ്പിച്ചതോ റസൂൽ കാണിച്ചതോ അല്ലെന്ന് തെളിയിക്കാൻ പറ്റുമോ? ആകപ്പാടെ 2 വിഷയങ്ങൾ കണ്ടുപിടിച്ചത്. ഒന്ന്, ഞങ്ങൾ ഖുത്ബ അറബി അല്ലാത്ത ഭാഷയിൽ നടത്തുന്നു. അള്ളാഹുവിന്റെ റസൂലോ സഹാബത്തോ അറബി അല്ലാത്ത ഭാഷയിൽ ഖുത്ബ നടത്തിയിട്ടില്ല. പറയുന്നത് കേട്ടാത്തൊന്ന് വേറെ എല്ലാ വഴന്നും മലയാളത്തിൽ പറഞ്ഞിട്ട് വെള്ളിയാഴ്ച മാത്രം റസൂല് അറബിയിൽ പ്രസംഗിച്ചതാണ്. അങ്ങനെയല്ലല്ലോ സംഭവം. അള്ളാഹുവിന്റെ റസൂൽ അറബിയായിരുന്നു, അവിടുത്തെ ശ്രോതാക്കൾ അറബികളായിരുന്നു. റസൂലുള്ളാഹിക്ക് അറബി ഭാഷ മാത്രമാണ് അറിഞ്ഞിരുന്നത്. അവിടുത്തേക്ക് ഇറങ്ങിയ ഖുർആൻ അറബിയിലാണ്, അവിടുന്ന് സംസാരിച്ചതും അവിടുത്തെ ഹദീസുകളൊക്കെ അറബിയിലാണ്. സ്വാഭാവികമായും അറബി അറിയുന്നവരോട് അറബിയായ റസൂൽ അറബിയിൽ പ്രസംഗിച്ചു. നമ്മുടെ നാട്ടിൽ ഭൂരിഭാഗം ആളുകളും അറബിയിൽ പ്രസംഗിച്ചാൽ മനസ്സിലാകാത്തവരാണ്. അറബിയിൽ പ്രസംഗിക്കാൻ കഴിവുള്ള മുസ്ലിയാക്കന്മാരും മൗലവിമാരും വളരെ കുറവാണ്. അത്തരം ഒരു ഘട്ടത്തിൽ എന്തു വേണം? ഖുത്ബയുടെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട്. എന്താ ഖുത്ബയുടെ ഉദ്ദേശം? വഅലാണ് ഖുത്ബയുടെ ഉദ്ദേശം. കാനത്ത് ഖസ്തൻ യഅദു ബിഹിന്നാസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ വളരെ മിത രൂപത്തിലുള്ളതായിരുന്നു. അത് മുഖേന ജനങ്ങളെ ഉപദേശിക്കുകയായിരുന്നു. യഖറഉൽ ഖുർആന വയുദക്കിറുന്നാസ്, ഖുർആൻ ഓതിക്കൊണ്ട് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയായിരുന്നു. അപ്പൊ തദ്കീറും വഅലുമാണ്
ഉത്ബോധനവും ഉപദേശവുമാണ് ഖുത്ബയുടെ ഉദ്ദേശം. ഉത്ബോധനവും ഉപദേശവും മനസ്സിലാകണമെങ്കിൽ ഉപദേശിക്കപ്പെടുന്ന ഉത്ബോധിപ്പിക്കപ്പെടുന്ന ജനങ്ങളുടെ ഭാഷയിലായിരിക്കണം, അവർക്ക് മനസ്സിലാകണം. അതേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഉപദേശിക്കപ്പെടുന്ന കക്ഷികള് ആ ജനങ്ങൾ അറബികളാണോ അവരോട് അറബിയിൽ പറയാം, ഉറുദുക്കാരാണോ ഉറുദുവിൽ പറയണം, തമിഴന്മാരാണോ തമിഴിൽ പറയണം. പോത്തിന്റെ ചോട്ടിൽ വീണ വായിച്ച മാതിരി സാധാരണ പറയാറുണ്ട്. വീണ വായിച്ചാലും തമ്പുരു വീട്ടിയാലും ഒച്ചട്ടാലും പോത്തിനെല്ലാം ഒരൊച്ച. പോത്തിനതിന്റെ താളലയങ്ങളൊന്നും മനസ്സിലാവൂല എന്നതുപോലെ അറബി പറഞ്ഞാലും ഇംഗ്ലീഷ് പറഞ്ഞാലും മലയാളമല്ലാത്ത ആളുകൾക്ക് തിരിയാത്ത ഏത് ഭാഷയിൽ പറഞ്ഞാലും ഖുത്ബയുടെ ഉദ്ദേശം നടക്കൂല. അതുകൊണ്ട് ഞങ്ങൾ എന്ത് പറഞ്ഞു? അള്ളാഹുവിന്റെ റസൂല് അറബികളോട് അറബിയിൽ പ്രസംഗിച്ചത് കൊണ്ട് നമ്മൾ മലയാളികളോട് മലയാളത്തിൽ പ്രസംഗിക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ മാത്രം പറഞ്ഞല്ല, ശാഫി മദ്ഹബുകാരെന്ന് പറയുന്ന നിങ്ങളെ ഹോജാക്കന്മാർ പറഞ്ഞ എന്താ? ഖുത്ബയുടെ റുക്കനായി ചില കാര്യങ്ങൾ ശാഫി മദ്ഹബുകാർ നിശ്ചയിച്ചിട്ടുണ്ട്. ഹംദ്, സ്വലാത്ത്, തഖ്വ കൊണ്ടുള്ള വസിയത്ത്, മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയുള്ള ദുആ, അതുപോലെ തന്നെ ആയത്ത്, ഹദീസ്, ഇതൊക്കെ അറബിയിലാകണം. അതൊക്കെ ഞങ്ങളും അറബി തന്നെ പറയാറുള്ളത്. പക്ഷേ ഖുത്ബയുടെ അർക്കാനുകളല്ലാത്ത തവാബികൾ, അനുബന്ധ ഭാഗങ്ങൾ, ഉപദേശ ഭാഗങ്ങൾ അത് സദസ്യയുടെ ഭാഷയിലാകുന്നതിൽ യാതൊരു തെറ്റുമില്ല. സമസ്ത മീൻചന്തയിൽ വെച്ച് പ്രമേയം പാസാക്കി അറബിയല്ലാത്ത ഭാഷയിൽ ഖുത്ബ നടത്തൽ ബിദ്അത്തും മുൻകറത്താണ്. പക്ഷേ തെളിയിക്കാൻ സാധിച്ചോ? സമസ്ത രണ്ട് കഷ്ണമായി. സമസ്തയിൽ നിന്ന് ജമിയത്തുൽ ഉലമാ ഇസ്സുന്നിയീൻ എന്ന് പറയുന്ന ഇസ്സുന്നി എന്ന് പുറത്തുപോയി. ഖാദി കൊടിയത്തൂരിന്റെ നേതൃത്വത്തിൽ അവർ വെല്ലുവിളിച്ചു, ശാഫി മദ്ഹബ് ഒറ്റ കിതാബ് കൊണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കോ ജുമുഅ ഖുത്ബ അറബി അല്ലാത്ത ഭാഷയിൽ നടത്തിയാൽ അത് ഹറാമാണെന്ന്, അത് ബിദ്അത്തും മുൻകറത്താണെങ്കിൽ തെളിയിക്കാൻ സാധിക്കുമോ എന്ന് അവർ വെല്ലുവിളിച്ചു. അസം മുസ്ലിയാർക്ക് പോലും മറുപടി അറിയാൻ സാധിച്ചില്ല. ഖാദി കൊടിയത്തൂരിന്റെ ന്യായങ്ങളെ എതിർത്ത് തോൽപ്പിക്കുവാൻ സമസ്തക്ക് അന്നും ഇന്നും സാധിച്ചിട്ടില്ല. അതാണ് വാസ്തവം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എന്തേ പറഞ്ഞിട്ടുള്ളൂ? ഹദീസിനെ സംബന്ധിച്ച് പറഞ്ഞിട്ട് മുസ്ലിയാക്കന്മാർ ജനങ്ങളോട് പറയും, അല്ലാഹുവിന്റെ റസൂൽ അറബിയല്ലാത്ത ഭാഷയിൽ ഏതെങ്കിലും ജുമുഅക്ക് ഏതെങ്കിലും ഖുത്ബ നടത്തിയിട്ടുണ്ടോ? സാധാരണക്കാരും വല്ല ചോദ്യമാണ്, ഇല്ല. എന്നാ പിന്നെ എന്തിനാ ഞങ്ങൾ അറബിയല്ലാത്ത ഭാഷയിൽ ഖുത്ബ നടത്തുന്നത്? റസൂൽ നടത്താത്ത നിങ്ങൾ നടത്താൻ പാടുണ്ടോ? അപ്പൊ നമ്മൾ തിരിച്ചങ്ങോട്ട് ചോദിക്കും, ശരി, അള്ളാഹുവിന്റെ റസൂൽ ഏതെങ്കിലും ഒരു വഅദ് അറബിയല്ലാത്ത ഭാഷയിൽ നടത്തിയിട്ടുണ്ടോ? ഇല്ല. എല്ലാ വഅദും അറബിയിൽ നടത്തിയിട്ട് മലയാളത്തിൽ നടത്തിയിട്ട് ഖുത്ബന്റെ വെള്ളിയാഴ്ചത്തെ വഅദ് മാത്രം അറബിയിലാക്കുന്നതിൽ നിങ്ങൾക്ക് എന്താ തെളിവ്? അള്ളാഹുവിന്റെ റസൂൽ എല്ലാ വഅദും അറബിയിലല്ലേ പറഞ്ഞു? നിങ്ങൾ പല വഅദും മലയാളത്തിലല്ലേ പറയുന്നത്? ഖുത്ബയുടെ ഭാഷ അറബിയായിരിക്കണം എന്ന് നിങ്ങൾ പറയുന്നത് മലയാളത്തിലല്ലേ? ഭാര്യയോട് സംസാരിച്ചതും കച്ചവടം നടത്തിയതും നിക്കാഹ് നടത്തിയതും എല്ലാം അറബിയിലല്ലേ എന്ന് നമ്മൾ അങ്ങോട്ട് തിരിച്ചു ചോദിച്ചു. മാത്രമല്ല, ഞങ്ങൾ പണ്ടേ പറഞ്ഞു വരുന്ന ഒരു വിഷയമാണ്, നിങ്ങൾ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നത് എന്താ? അള്ളാഹുവിന്റെ റസൂൽ കൊടുത്തത് ബാർലിയായിരുന്നു, കാരക്കയായിരുന്നു, പാൽക്കട്ടിയായിരുന്നു. സാഅം മിൻ ശഈരിൻ ഔ സാഅം മിൻ സബീബിൻ ഔ സാഅം മിൻ അഖിത്തിൻ. പക്ഷെ നിങ്ങൾ കൊടുത്തതോ, നിങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുന്നതോ ആ നാട്ടിലെ പ്രധാന ഭക്ഷ്യധാന്യം ഏതോ അത് തന്നെ കൊടുക്കേണ്ടതാകുന്നു. അപ്പൊ ഈ നാട്ടിലെ അരിയാണ്, അതുകൊണ്ട് നമ്മൾ അരി കൊടുക്കുന്നു. ഗോതമ്പമാണോ ഇവിടുത്തെ പ്രധാന ഭക്ഷ്യധാന്യം, എന്നാ ഗോതമ്പം കൊടുക്കണം. ഇതല്ലേ നിങ്ങൾ പഠിപ്പിച്ചത്? അപ്പൊ അവിടെ അള്ളാഹുവിന്റെ റസൂൽ കൊടുത്തത് തന്നെ കൊടുക്കണം നിങ്ങൾ പറയാത്ത എന്തുകൊണ്ടാ? അവിടെ നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ചതുപോലെ ഇവിടെ ആ ബുദ്ധി ഒന്ന് ഉപയോഗിക്കുക. ഹദീസിന്റെ അക്ഷരം മാത്രം എടുക്കാതെ ഇതിന്റെ ആശയം എന്താണ് അതെടുത്തു എന്നതുപോലെ അള്ളാഹുവിന്റെ റസൂല് ആ നാട്ടിലെ പ്രധാന ഭാഷയിൽ ഖുത്ബ നടത്തി. ഈ നാട്ടിലെ പ്രധാന ഭക്ഷ്യധാന്യം നമ്മൾ കൊടുക്കുന്നത് പോലെ ആ ബുദ്ധി നമ്മൾ ഇവിടെയും സ്വീകരിച്ചാൽ അള്ളാഹുവിന്റെ റസൂൽ അവിടെ പ്രധാന ഭാഷയിൽ ഖുത്ബ നടത്തി, നമ്മൾ ഇവിടുത്തെ പ്രധാന ഭാഷയിൽ ഖുത്ബ നടത്തി. അള്ളാഹുവിന്റെ റസൂൽ അവിടുത്തെ പ്രധാന ഭക്ഷ്യധാന്യം ഫിത്ർ സക്കാത്ത് കൊടുത്തു, നമ്മൾ ഇവിടുത്തെ പ്രധാന ഭക്ഷ്യധാന്യം ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നുവെന്ന് വളരെ ലളിതമായ രീതിയിൽ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. പുറമെ ശാഫി മദ്ഹബുകാരെ ഉദ്ധരണികളും പറഞ്ഞു കൊടുത്തു. എന്നിട്ടും ഞങ്ങൾ അവരുടെ പുത്തംവാദം ആരോപിക്കാണ്. അങ്ങനെയാണെങ്കിൽ ആ പുത്തംവാദം ഞങ്ങൾക്ക് മാത്രമല്ല, അർക്കാനികൾ മാത്രം അറബിയിലായാൽ മതി, അത് തന്നെ വേണമെങ്കിൽ അറബിയല്ലാത്ത ഭാഷയിലാകുന്നതിന് കുഴപ്പമില്ല എന്ന് എഴുതി വെച്ച നിങ്ങളെ ഹോജാക്കന്മാരും മുബത്തദീകളാവുകയില്ലേ എന്ന് ഞങ്ങൾ ചോദിച്ചിട്ടൊന്നും ഉത്തരമുണ്ടായിട്ടില്ല. പിന്നെ സ്ത്രീകൾ ജമാഅത്തുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങളെ കുറിച്ച് പറയുന്നു. ഞങ്ങൾ പറഞ്ഞു 100-ലധികം ഹദീസുകൾ ഞങ്ങൾ ഈ തെളിവായിട്ടുണ്ട്, 150ഓളം ഹദീസുകൾ. അതുപോലെ തന്നെ 100-ലധികം ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാരെ പെണ്ണുങ്ങൾ ജുമാക്കും ജമാഅത്തിനും ഒക്കെ പള്ളിയിൽ പോകുന്നത് ജായിസാണ് എന്ന് തെളിയിക്കുന്ന ഉദ്ധരണികൾ ഞങ്ങളെ കൈവശമുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞു. എന്തെല്ലാം മാറ്റങ്ങളാ മാറിയത്? ആദ്യകാലത്ത് പറഞ്ഞു, ആദ്യകാലത്ത് പോയിരുന്നു, പിന്നെ വിരോധിച്ചു. ഒരായത്തിറക്കി, ഹിജാബിന്റെ ആയത്തെന്നൊരു ആയത്തിറക്കി. ആ ആയത്തിറക്കിയിട്ട് അള്ളാഹുവിന്റെ റസൂൽ അത് വിരോധിച്ചു. സുഹൃത്തുക്കളെ, സാന്ദർഭികമായിട്ടൊരു കാര്യം പറയട്ടെ. ഇവിടെ സ്വാഗത പ്രസംഗം നടത്തിയ ആൾ 5 ചോദ്യം ഇവിടെ പറഞ്ഞിരുന്നു. അത് ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ പ്രസംഗത്തിന്റെ അവസാനത്തിൽ മറുപടി പറയും. നിങ്ങളോടൊരു 8 ചോദ്യം അങ്ങോട്ട് ചോദിക്കാനുണ്ട് ഞങ്ങൾക്ക്. അതെല്ലാം ഇൻഷാ അല്ലാഹ് ഈ പ്രസംഗത്തിന്റെ അവസാനം ഉണ്ടാകും. നിങ്ങൾ കാത്തിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ ഈ ഹിജാബിന്റെ ആയത്ത് ഏതാണ്? അത് ഏത് വർഷമാണ് ഇറങ്ങിയത്? ഞങ്ങൾ പലവട്ടം ചോദിച്ചു.
അവസാനം കാന്തപുരം പുസ്തകം എഴുതിയപ്പോൾ ഹിജാബിന്റെ ആയത്തിന് പല ഘട്ടങ്ങളുണ്ട്. ഏതൊക്കെയാണ് ഘട്ടം? ഒന്നാം ഘട്ടത്തിൽ ഇറങ്ങിയ ആയത്തേത്, രണ്ടാം ഘട്ടേത്, മൂന്നാം ഘട്ടത്തിൽ പറയാൻ സാധിച്ചില്ല. അവസാനം ഉരുണ്ട് മറിഞ്ഞിട്ട് ആ പുസ്തകത്തിൽ എഴുതി എന്താ അറിയോ? അവസാനത്തെ ഘട്ടത്തിലുള്ള ആയത്ത് ഹജ്ജത്തുൽ വിദായിലാണ് ഇറങ്ങിയത്. അതുകൊണ്ടും കാര്യമല്ല, റസൂലിന്റെ വഫാത്തിന് ശേഷം പോയത് ഞങ്ങളെയൊക്കെ തെളിവുണ്ട്. 10 ദിവസം പള്ളിയിൽ ഈത്തിക്കാഫിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 റമളാനിൽ ഈത്തിക്കാഫിരിക്കാറുണ്ടായിരുന്നു. അവിടുത്തെ വഫാത്തിന് ശേഷം അവിടുത്തെ ഭാര്യമാരിരുന്നു. 10 ദിവസത്തെ പൈറ്റന്റെ 50 വക്ത് നിസ്കാരം ഒരു ജുമയിൽ. പള്ളി തന്നെ പുറത്തു പോയാൽ ഈത്തിക്കാഫിന്റെ ഷർത്ത് മുറിഞ്ഞുപോയി. കണ്ടോ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം പിന്നെ ആയത്തിറങ്ങോ? ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ കുത്തേൽക്കുന്ന സമയത്ത് ഉമർ ഖത്താബിന് കുത്തേൽക്കുമ്പോൾ പള്ളിയിലുണ്ടായിരുന്നു. ഇതൊന്നും ഇപ്പൊ ഞങ്ങൾ പറയേണ്ടതില്ല. സംസ്ഥാന സുന്നി എന്ന് പറയുന്ന സുന്നിയുണ്ട്, ആന സുന്നി, സദഖത്തുള്ള മുസ്ലിയാർ സുന്നി, കേരള സുന്നി ജമാഅത്ത് എന്ന് പറഞ്ഞിട്ട് പുതിയ സംഘടന ഉണ്ടാക്കിയിട്ട് ആളെ കൂട്ടാൻ ശ്രമിച്ച് പാളീസായി പോയ സംഘടന. നാദാപുരത്തും അതുപോലെ വണ്ടൂരും അതുപോലെ ആമിയൂരും ഇങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ ആന സുന്നികളാണ് ശക്തം. മഞ്ചേരി ഉണ്ട്, പാപ്പിനിപ്പാറ, ദാറുൽ ഹിക്മൊക്കെ അവരുതാ. അവര് പറയുന്നു പെണ്ണുങ്ങൾ പള്ളിയിൽ പോകൽ ഹറാമല്ല, പെണ്ണുങ്ങൾ പള്ളിയിൽ പോകൽ ഹറാമാണെന്ന് പറയാൻ പറ്റൂല. ധാരാളക്കണക്കിന് ഹദീസ് അവരയിലുണ്ട്, അതുകൊണ്ട് നമുക്ക് അതിനെ എതിർക്കാൻ പറ്റൂല. പിന്നെ എന്ത് പറയാം? കറാഹത്താണെന്ന് പറയാം. അതാണ് ഷാഫി മദ്ഹബിന്റെ നിലപാട്. എന്തിനധികം ഈ കെ സുന്നികൾ ഇപ്പൊ എന്താ പറയുന്നത്? ഈ അടുത്ത കാലത്ത് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പ്രസംഗിച്ചു, പെണ്ണുങ്ങൾ പള്ളിയിൽ കയറാൻ പറ്റാത്തൊരു വർഗ്ഗാണെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. ഒരു പെണ്ണ് പള്ളിയിൽ കയറിയാൽ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്നിട്ട് ഇവിടെ കഴുകടോ എന്ന് പറയുന്ന ആളുകളൊന്നല്ല ഞങ്ങള്. ഷർത്തുകൾ പാലിച്ചു കൊണ്ടുപോകാം, ഇസ്ലാമിക വേഷം ധരിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ആണുങ്ങളുമായി കൂടിക്കലരാതെ, സുഗന്ധം ഉപയോഗിക്കാതെ, അങ്ങനെയുള്ള ഷർത്തുകൾ പാലിച്ചു കൊണ്ട് പോകാമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞ ആ നിലപാടിന് ഞങ്ങൾക്കുള്ളത് വേണ്ട. ഇപ്പൊ പൊന്മള മുസ്ലിയാറിന്റെ അവസാനം എഴുതി എന്താ? അത് ഖിലാഫുൽ ഔലിയാണ്, നല്ലതിന്റെ എതിരാണ് എന്നിടത്തേക്ക് അപ്പോ ചർച്ച പോയിക്കൊണ്ടിരിക്കുന്നത്. ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല, ഒരു സൂചന ഇപ്പൊ അടുത്ത് മൂപ്പര് എഴുതിയിട്ടുണ്ട്, അത് നല്ലതിന്റെ എതിരാണ്. അപ്പൊ നല്ലതിന്റെ എതിരാണെന്ന് പറഞ്ഞോലും ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊന്ന് ഡയലൂട്ട് ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് നിർബന്ധമായും നിങ്ങൾ മുമ്പ് പറഞ്ഞിടത്ത് തന്നെ നിങ്ങൾ നിൽക്കേണ്ട, നിങ്ങൾക്ക് മാറാൻ പാടില്ലല്ലോ. സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയാം, പേരോട് മുസ്ലിയാരും ഞാനും കൂടി ഈ വിഷയത്തിൽ വാദപ്രതിവാദത്തിന് വ്യവസ്ഥ ചെയ്താൻ പോയി. അതിൽ മൂപ്പര് വാദം എഴുതിയെത്താറിയോ? പെണ്ണുങ്ങൾ ജുമഅക്കും ജമാഅത്തിനും പള്ളിയിൽ പോകാതെ വീട്ടിൽ നിസ്കരിക്കലാകുന്നു ഏറ്റവും ഉത്തമം. ഞാൻ ചോദിച്ചു, പിന്നെ വാദപ്രതിവാദം നടത്തണോ? പള്ളിയിലും നിസ്കരിക്കാം, വീട്ടിലും നിസ്കരിക്കാം, ഏതാ ഉത്തമം? അതാ നമ്മളുമുള്ള തർക്കം. നമ്മളുമുള്ള തർക്കമല്ലല്ലോ. പള്ളിയിൽ പോകൽ ഹറാമാണെന്നാ നിങ്ങളെ വാദം. ഞങ്ങളെ വാദം ഞങ്ങളാ എഴുതുകയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളെ വാദം നിങ്ങൾ തന്നെയാ എഴുതേണ്ടത്, ഞങ്ങളെ വാദം ഞങ്ങളും. പക്ഷെ നിങ്ങൾ വാദത്തിന് ഇപ്പൊ പിന്നോട്ട് പോയോ? ഈ വാദമാണെങ്കിൽ നമ്മൾ വാദപ്രതിവാദം നടത്തേണ്ട ആവശ്യമില്ലല്ലോ. പള്ളിയിൽ വേണമെങ്കിൽ പോയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, ഏറ്റവും ഉത്തമം വീടാണെന്ന്. അതാണ് നമ്മളുമുള്ള തർക്കം. അപ്പൊ ഞങ്ങളെ വാദം ഞങ്ങൾ എഴുതും. അപ്പൊ ഞാൻ വീണ്ടും പറഞ്ഞതാ, കാന്തപുരം മുസ്ലിയാർ പുസ്തകത്തിൽ ഇതാ അനുവദനീയവും പുണ്യകർമ്മവുമാണെന്ന് പുത്തൻ പ്രസ്ഥാനക്കാരും അത് നിഷിദ്ധമാണെന്ന് സുന്നത്തിയമായ തേരാ നമ്മളും പറയുന്നു. നേരെ പുസ്തകത്തിലുള്ള ഞാൻ വായിച്ചു കൊടുത്തു. അവസാനം അത് അലസി പിരിയാ ചെയ്ത പയ്യന്നൂരിൽ വെച്ചായിരുന്നു സംഭവം. കാരണം എന്താ വെച്ചാൽ അവിടെ പരിയാരം മെഡിക്കൽ കോളേജിനടുത്തുള്ള മുജാഹിദ് പള്ളിയിൽ അവിടെ പഠിക്കുന്ന ചില MBBS പഠിക്കുന്ന ചില പെൺകുട്ടികൾ ജുമയ്ക്ക് പോകാൻ തുടങ്ങി. അപ്പൊ കാന്തപുരത്തിന്റെ ഓശാരം വാങ്ങി പഠിക്കുന്ന ചില ചെക്കന്മാരുണ്ട് അവിടെ. അവർ പിരിയേറ്റി വിട്ടിട്ട് വാദപ്രതിവാദം ഉണ്ടാക്കിയതാ. അവസാനം നടന്നില്ല. അപ്പൊ സുഹൃത്തുക്കളെ, ഞങ്ങൾ പുത്തൻവാദികളാണെന്നതിന് നിങ്ങൾ കൊണ്ടുവന്നതാണല്ലോ ഇത്. ഞങ്ങളെ നിങ്ങളുടെ ഷാഫി മദ്ഹബിലെ കിതാബിൽ നിന്ന് വെളിവുദ്ധരിച്ചു. ഒരു പെണ്ണ് ജുമഅക്ക് വന്നിട്ട് ജുമഅ നമസ്കരിച്ചാൽ അത് ജായിസാണ് എന്ന വിഷയത്തിൽ ഇബ്നുൽ മുൻദിറും ഇമാമുൽ ഹറമൈനിയും ഒക്കെ ഇജ്മാ ഉണ്ടെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇജ്മാ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കാലഘട്ടത്തിലെ മുസ്ലിം പണ്ഡിതന്മാരിൽപ്പെട്ട മുജ്തഹിദുകളുടെ ഏകോപിച്ച തീരുമാനം. എന്താണ് അതിനുള്ള അടിസ്ഥാനം? ഏറ്റവും പ്രബലമായ ധാരാളം ഹദീസുകൾ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ പള്ളിയിൽ റസൂലുള്ളാഹിന്റെ പിന്നിൽ പുരുഷന്മാരെ ബാക്കിലായിക്കൊണ്ട് പെണ്ണുങ്ങൾ നമസ്കരിച്ചു എന്ന് ധാരാളം ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഈ ഹദീസുകളുടെ വെളിച്ചത്തിൽ മുസ്ലിം പണ്ഡിതന്മാർ ഏകോപിച്ച തീരുമാനമാണ് പെണ്ണുങ്ങൾ പള്ളിയിൽ പോകൽ ജായിസാണ് എന്നത്. പിന്നെ പുണ്യകർമ്മോ? അവരവിടെ പോയാൽ ചെയ്യുന്ന കാര്യങ്ങൾ പുണ്യകർമ്മമാണ്. ജമാഅത്തായ നിസ്കാരം, പള്ളിയിൽ വെച്ചുള്ള സുന്നത്ത് നിസ്കാരോ പ്രാർത്ഥനയോ ഖുർആൻ പാരായണം, ഇതെല്ലാം ആണുങ്ങൾക്ക് പുണ്യമായ പോലെ പെണ്ണുങ്ങൾക്കും പുണ്യാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പുത്തൻവാദികളാണെന്ന് തെളിയിക്കാൻ നിങ്ങളെ കൊണ്ട് ഇതുവരെയും സാധിച്ചിട്ടില്ല. നിങ്ങൾ ചെയ്യുന്ന ഇന്ന കാര്യം പുത്തനാണെന്ന് പറഞ്ഞിട്ട് തെളിവ് സമേതം സമർത്ഥിക്കാൻ ഇവർക്ക് ഇന്നുവരെ സാധിച്ചിട്ടില്ല. പക്ഷെ വെറുതെ ജനങ്ങളോട് പറയാണ് ഇവർ സാഹിബ് ബിദ്അത്താണ്, പുത്തൻവാദികളാണ്, പുത്തൻ പ്രസ്ഥാനക്കാരാണ്. നമ്മളെ പഴയ ആളുകളും. വാസ്തവത്തിൽ പഴമയിലേക്ക് മുസ്ലിമീങ്ങളെ തിരിച്ചു വിളിക്കുന്നത് ഞങ്ങളാണ്. 1500 കൊല്ലം മുമ്പുള്ള ഇസ്ലാമിലേക്ക് മുസ്ലിമീങ്ങളെ നിങ്ങൾ തിരിഞ്ഞു നടക്കണം.
ഞങ്ങൾ അൽമനാറോ ഞങ്ങളെ വിചിന്തനോ ഞങ്ങളെ പുസ്തകങ്ങളൊന്നും നിങ്ങൾ വായിക്കാതെ പരിശുദ്ധ ഖുർആനും തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും ആദ്യകാല മുസ്ലിമീങ്ങൾ മനസ്സിലാക്കിയതുപോലെ നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾ സലഫിയായി എന്നാണ് ഞങ്ങൾ പറയുന്നത്. അത്രയും ഗ്യാരണ്ടി ഉള്ള ഒരു ആദർശമാണ് ഞങ്ങളുടേത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞങ്ങളല്ല യഥാർത്ഥത്തിൽ പുത്തൻവാദികൾ. പുത്തൻവാദി എന്ന് ഞങ്ങളെ കുറിച്ച് നിങ്ങൾ പറയുകയും വേണ്ട. പിന്നെ സുഹൃത്തുക്കളെ, എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, ഇവിടെ മുസ്ലിയാക്കളോട് നമ്മൾ പറഞ്ഞിരുന്നു ഇംഗ്ലീഷ് നിങ്ങൾ ഹറാമാണെന്ന് പ്രഖ്യാപിച്ചിരുന്നല്ലോ. അപ്പൊ അതിനെപ്പറ്റി മുസ്ലിയാർ പറയാണ് ഞങ്ങൾ മാത്രല്ല വേറെയും പലരും അത് പറഞ്ഞിരുന്നു. അത് ബ്രിട്ടീഷ് വിരോധം കൊണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർക്ക് വിരോധം ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ വായിച്ചു. കഴിഞ്ഞ തവണ ഞാൻ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ ബുൽബുൽ വാർഷിക പതിപ്പിൽ നിന്ന് വായിച്ചിരുന്നു. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് മാഇദയിൽ ആയത്തോതിക്കൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പ്രവർത്തിക്കുന്നത് തെറ്റാണെന്ന് അദ്ദേഹം സമർത്ഥിച്ചിരുന്നു. അത് മാത്രല്ല, ബ്രിട്ടീഷുകാരോട് സമരം നടത്തി അവരെ കെട്ടുകെട്ടിക്കലും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പരിശ്രമിക്കലും അനിവാര്യമാണെന്ന് വാദിക്കുന്ന കുറെ മൗലൈമാരുണ്ടായിരുന്നു. അതിനുവേണ്ടി പ്രസംഗിക്കുകയും എഴുതുകയും അരയും തലയും മുറിക്ക് രംഗത്തിറങ്ങുകയും ചെയ്തവർ. അവരിലധികം പേരും അന്നത്തെ പരിഷ്കരിച്ച ചിന്താഗതിക്കാരും യുവാക്കളായ പൊതുപ്രവർത്തകരും മലയാള കൃതികളും മറ്റും ധാരാളം വായിക്കുന്നവരുമായിരുന്നു. ഇത് ബുൽബുൽ ദശവാർഷിക പതിപ്പ് സംസ്ഥാന സുന്നികൾ ഇറക്കിയതാ. അപ്പൊ അന്നത്തെ മുജാഹിദുകളായിരുന്നു ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന് മുമ്പിലുണ്ടായിരുന്നെന്നും കുത്തുബി മുഹമ്മദ് മുസ്ലിയാരെ പോലുള്ള സൂറത്തുൽ മാഇദയിൽ 83-ാം ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം കിട്ടുന്നതിനെതിരെ പ്രവർത്തിച്ചിരുന്ന ആളുകളായിരുന്നു എന്നുമാണ്. മാത്രമല്ല, ബുൽബുൽ ദശവാർഷിക പതിപ്പിൽ ഇത്രയും കൂടി 194-ാമത്തെ പേജില് ഇബ്നു ഹജറും റംലിയും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വെളിയങ്കോട്ട് തട്ടാങ്കര കുട്ട്യാ മുസ്ലിയാരും മഹദൂം പുതിയകത്ത് കുഞ്ഞമ്പാ മുസ്ലിയാരും ശൈഖുനാ കെ സദഖത്തുൽ മൗലവിയുടെ വന്ധ്യപിതാവും ശംസുൽമാ ഖുത്ബി തർക്കണ്ടിയിലെ ഓർ എന്ന് പറയപ്പെടുന്ന ആയഞ്ചേരി അദ്രൈമാ മുസ്ലിയാർ തുടങ്ങിയ മുഹക്കികളുടെ ഗുരുവര്യരുമായിരുന്ന അല്ലാമ കരിമ്പനക്കൽ പോക്കൽ മുസ്ലിയാർ തുടങ്ങിയുള്ള പണ്ഡിതന്മാരെല്ലാം സ്വാതന്ത്ര്യ സമരത്തിനെതിരെ നിലകൊണ്ടിരുന്നവരാണ്. കണ്ടോ? അപ്പൊ ഞങ്ങളല്ല, സ്വാതന്ത്ര്യ സമരത്തിനെതിരെ നിലകൊണ്ടിരുന്നൊക്കെ നിങ്ങളെ നേതാക്കന്മാരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ബ്രിട്ടീഷ് വിരോധം കൊണ്ടാണ് ഇംഗ്ലീഷ് ഭാഷകൾ വേണ്ട എന്ന് പറഞ്ഞത് എന്ന് പറയാൻ പറ്റൂല. പിന്നെ അല്ലാലിയ സോവനീറിലുണ്ട്, ഷാ വലിയുല്ലാഹി ദലി ഫത്വ കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ശബാബ് സെമിനാർ പതിപ്പിലുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വേറെ ആരൊക്കെ അങ്ങനെ പറഞ്ഞു, വേറെ ഏതൊക്കെ സംഘടനകൾ വിട്ടുനിന്നു, അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല. ഒരു സംഘടന എന്ന നിലക്ക് ആ തീരുമാനമെടുക്കാൻ പലർക്കും സ്വാതന്ത്ര്യമുണ്ട്. അത് ആ സംഘടനയുടെ ആളുകൾക്ക് മാത്രം ബാധകം. തൽക്കാലം ബ്രിട്ടീഷുകാരോടുള്ള വിരോധം കൊണ്ട് അവരുടെ ഭാഷ നമ്മൾ പഠിക്കാൻ പാടില്ല. അത് ഏത് സംഘടനക്കും തീരുമാനം എടുക്കാം. പക്ഷെ ഇവിടെ പ്രശ്നമല്ല, ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണ് എന്ന് നിങ്ങൾ പറഞ്ഞു, അത് ഹറാമാണെന്ന് പറഞ്ഞു. നരകത്തിലെ ഭാഷ പറഞ്ഞാൽ പിന്നെ അത് സ്വാതന്ത്ര്യം കിട്ടിയ സ്വർഗത്തിലെ ഭാഷയാകുമോ? അതുപോലെ തന്നെ ഹറാം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലൊരു കാര്യം ഹറാമായ പിന്നെ അത് ഹലാലാകുമോ? വലാ തഖൂലൂ ലിമാ തസിഫു അൽസിനതുകുൽ കദിബ ഹാദാ ഹലാലും വഹാദാ ഹറാം ലിതഫ്തറൂ അലല്ലാഹിൽ കദിബ്. അള്ളാഹുവിന്റെ പേരിൽ കളവ് കെട്ടി പറയാൻ വേണ്ടി നിങ്ങളെ നാവുകൾക്ക് തോന്നുന്നതനുസരിച്ച് ഇത് ഹലാൽ ഇത് ഹറാം എന്ന് നിങ്ങൾ പറയരുത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആ നിലക്ക് അതിനെ എതിർക്കുന്നത്. ഹറാമായ ഒരു കാര്യം ഇസ്ലാമിൽ എക്കാലത്തും ഹറാമായിരിക്കും. മാത്രല്ല, അതിനെ സംബന്ധിച്ച് മുസ്ലിയാർ പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. ഇംഗ്ലീഷ് ഹറാമാക്കിയതിനെ സംബന്ധിച്ച് അലവി തന്നെ പറയുന്നത് ബ്രിട്ടീഷ് വിരോധം കൊണ്ടായിരുന്നു. സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊള്ളുമ്പോ അവർക്കെതിരിൽ നിലയുറപ്പിക്കുക എന്നതിന്റെ ഭാഗമായി അവരുടെ സംസ്കാരം വെടിയാൻ നിർദ്ദേശമുണ്ടായി, അല്ലേ? അവരുടെ ഭാഷ വെടിയാൻ നിർദ്ദേശമുണ്ടായി. അതിന്റെ ഭാഗമാണ് ഇംഗ്ലീഷ് ഭാഷയും വർജിക്കപ്പെട്ടത് എന്ന് എല്ലാവരും എഴുതിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും എഴുതിയിട്ടുണ്ട് എന്ത്? അവരുടെ സംസ്കാരം ഒഴിവാക്കുക എന്ന നിലക്കായിരുന്നു. സംസ്കാരം ഒഴിവാക്കലാണെങ്കിൽ ബ്രിട്ടീഷുകാരുടെ സംസ്കാരം ഇന്നും നമ്മൾ ഒഴിവാക്കണ്ടേ? അവൻ ഇന്നും ലോകാടിസ്ഥാനം നമ്മുടെ ശത്രുവല്ലേ? ഇംഗ്ലീഷ് സംസാരിക്കുന്ന അമേരിക്കക്കാരനും ബ്രിട്ടീഷുകാരനുമല്ലേ ഇന്നും മുസ്ലിമീങ്ങളുടെ ലോകാടിസ്ഥാനത്തുള്ള ശത്രു? പിന്നെ എന്തിനാ ഞങ്ങൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾക്ക് വേണ്ടി പരക്കം പായുന്നത്? ഞാൻ ചോദിച്ചിരുന്നു എന്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ, മുസ്ലിയാക്കന്മാരെ നിങ്ങൾ കുട്ടികൾക്ക് നരകത്ത് പോലെ ട്രെയിനിങ് കൊടുക്കുകയാണോ എന്ന് ചോദിച്ചിരുന്നു. പക്ഷെ അതിനെക്കുറിച്ച് മൂപ്പര് പറഞ്ഞു ഞങ്ങൾ മാത്രല്ല, ഇപ്പൊ ഞങ്ങൾ പഠിക്കുന്നത് എന്തിനാണ്? ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ലേ? സ്വാതന്ത്ര്യം കിട്ടിയ ഹറാം ഹലാലാവോ? നിങ്ങൾക്ക് പറയായിരുന്നില്ലേ നമ്മൾ ബ്രിട്ടീഷുകാരെ എതിർക്കാൻ വേണ്ടി അവരെ ഭാഷ പഠിക്കരുത്, ഇസ്ലാമുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തരുത്. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിക്കാര് വോട്ട് ചെയ്യരുത് എന്ന് പണ്ട് പറഞ്ഞു. അവരെ പാർട്ടിക്കാരോട് പറയാണ് നമ്മൾ വോട്ട് ചെയ്യാൻ പാടില്ല, അതവരെ സംഘടനയുടെ തീരുമാനമാണ്. പക്ഷെ അവർ പറഞ്ഞത് മുസ്ലിമീങ്ങൾ വോട്ട് ചെയ്യാൻ പാടില്ല, ഇസ്ലാമിൽ വോട്ട് ഹറാമാണ്, ഖുർആനിൽ വോട്ട് ഹറാമാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ എതിർക്കുന്നത്. അല്ലെങ്കിൽ മുസ്ലിം ലീഗോ കോൺഗ്രസോ ഒക്കെ തീരുമാനം എടുക്കണമാതിരി ജമാഅത്തേർ തീരുമാനം എടുത്തു എന്നല്ലാതെ. അപ്പൊ ഒരു പാർട്ടി അതിന്റെ അണികളോട് പറയുന്ന ഒരു കാര്യമാണെങ്കിൽ ഞങ്ങൾ എതിർക്കൂല. ഇസ്ലാമും മുസ്ലിങ്ങളും
അത് ഇസ്ലാമിന്റെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് ഹറാമാണ്, അത് നരകത്തിലെ ഭാഷയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിനെതിർത്തു. അതാണ് നിങ്ങൾ തെളിയിക്കേണ്ടത്. അത് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ നരകത്തിലെ ഭാഷ എന്നൊന്നും പറഞ്ഞിട്ടില്ല, ഹറാമാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നൊക്കെ നിങ്ങൾ പറയുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് എല്ലാം നമ്മളെ കയ്യിലുണ്ട്, അപ്പൊ നമുക്ക് വായിക്കാം. പിന്നെ പെണ്ണുങ്ങൾ കയ്യെഴുത്ത് പഠിക്കുന്നതിനെ സംബന്ധിച്ച് സമസ്ത പണ്ട് പ്രമേയം പാസാക്കിയത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ അത്ഭുതകരമായൊരു മറുപടിയാ പറഞ്ഞ്. എന്താണ് പറഞ്ഞറിയോ? അത് ഇന്നും ഹറാം തന്നെയാണ്, ഒരു മാറ്റമില്ല. അതൊന്ന് കേട്ടോളി. മുസ്ലിയാർ അലവി സഖാഫി പറയാണ്, പെണ്ണുങ്ങൾ കയ്യെഴുത്ത് പഠിപ്പിക്കല് ഇന്നും ഹറാം തന്നെയാണ്. സ്ത്രീ മാസിക നടത്തുന്നു, സ്ത്രീ പെൺകുട്ടികൾക്ക് വനിതാ കോളേജ് നടത്തുന്നു, പെൺകുട്ടികൾക്ക് പ്രത്യേകം പഠിപ്പിക്കുന്നു ഉണ്ട്. അതെന്തിയെ? അതോ അത് ഞങ്ങൾ പഠിപ്പിക്കാനുള്ള കാരണം ആ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി ഫതാവൽ ഹദീസിയയിൽ പറഞ്ഞ മസ്അല കറാഹത്താണ് എന്ന മസ്അല അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അത് ചെയ്യുന്നത്. അപ്പൊ പിന്നെ എന്തിനാണത് ചെയ്യുന്നത്? അതോ ഞങ്ങളത് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഭാഷയുടെ പേരിൽ, അറിവിന്റെ പേരിൽ, വിദ്യാഭ്യാസത്തിന്റെ പേരിൽ, ഇംഗ്ലീഷിന്റെ പേരിൽ മുസ്ലിം സ്ത്രീകളെ വേട്ടയാടിക്കൊണ്ടുപോകുന്നു മതവിരോധികൾ. തന്നെ ഇസ്ലാമിക പ്രസ്ഥാനത്തിന് വിരുദ്ധമായിട്ടുള്ള ഏതെല്ലാം ആളുകളുണ്ടോ അവരൊക്കെ, അതിലേറെ എടുത്തു പറയേണ്ടത് ഈമാൻ തകർന്നു പോകുന്ന രൂപത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് ആളുകളെ, പെൺകുട്ടികളെ വലവീശാൻ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ തൽക്കാലം ആ കറാഹത്തും പ്രത്യേക സാഹചര്യങ്ങളിൽ വരുന്ന ഹറാമും അങ്ങനെയാണെങ്കിൽ തന്നെയും അതിലേറെ വലിയ അപകടകരമായ രംഗം തടുക്കുന്നതിന് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. നിഷേധിക്കുന്നില്ല എന്നാ പറഞ്ഞത്, ഞങ്ങൾ നിഷേധിക്കുന്നില്ല. എന്നിട്ട് മൂപ്പര് പറഞ്ഞെന്താണ്? കെ സക്കരിയ സലാഹി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു തിന്മയെ എതിർക്കുമ്പോ അതിനേക്കാൾ വലിയ തിന്മ ഉണ്ടാകുകയാണെങ്കിൽ ആ ചെറിയ തിന്മയുടെ നടന്നോട്ടെ എന്ന് വെക്കലാണ്. അതാണ് പണ്ഡിതന്മാരുടെ നയസമീപനം. അതെല്ലാരും പറയണത് തന്നെയാണ്. ഒരു ചെറിയ തിന്മ നടക്കുമ്പോൾ നമ്മൾ തടുക്കാൻ പോകുമ്പോൾ അതുകൊണ്ട് വലിയൊരു തിന്മ ഉണ്ടാകുകയാണെങ്കിലോ ആ ചെറിയ തിന്മയുടെ നടന്നോട്ടെ എന്ന് വെക്കണം. അതാണത്ര ഇവർക്ക് ഇപ്പൊ പെണ്ണുങ്ങളെ കയ്യെഴുത്ത് പഠിക്കാനുള്ള ഇപ്പോൾ ഉള്ള ഞങ്ങളുടെ തെളിവ് അതാണെന്ന്. പക്ഷെ ഇയാൾ പറഞ്ഞെന്താ? സമസ്ത പ്രമേയം പാസാക്കിയിട്ട് ഹറാം തന്നെയാണ്, ഹറാം ഇന്നും ഹറാം തന്നെയാണ്, ഞങ്ങൾ നിഷേധിക്കുന്നില്ല. എന്നാൽ നമ്മളെ അബ്ദുസ്സമദ് പൂക്കോട്ടൂര് കെ സമസ്തയുടെ നേതാവ് അദ്ദേഹം പറയുന്നത് കേട്ടോളൂ. അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കാണ്. എന്റെ ചോദ്യം രണ്ട് അവസ്ഥയും ഉള്ളപ്പോഴുള്ള ഒരു ചോദ്യമാണ്. അൽ ബയാൻ അറബി മലയാള പത്രത്തിൽ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1926 കേട്ടോണ്, അൽ ബയാൻ അറബി മലയാള പത്രത്തിൽ കാണാം, സ്ത്രീ അക്ഷരവിദ്യ ഷറഹിൽ മക്രൂഹാണെന്നും എന്ന് തുടങ്ങിയിട്ട് അവസാനം പറയുന്നുണ്ട്, ഇക്കാലത്തുള്ള സ്ത്രീ അക്ഷരവിദ്യ തീർത്തും ഹറാമാവാൻ മാത്രമേ വഴി കാണുന്നുള്ളൂ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും തന്നെ സ്ത്രീകളോട് അക്ഷരം, അതായത് വിദ്യ പഠിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഇത് ഞാൻ ചുരുക്കി പറയുന്നതാണ്, ദീർഘമായിട്ടല്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. ഈ വാദം നിലനിൽക്കെ തന്നെ ഞങ്ങൾക്കറിയാം, അല്ലെങ്കിൽ നമ്മൾ കണ്ടുപഠിച്ചതും കേട്ടുപഠിച്ചതുമൊക്കെ കാണാം, സമസ്തയുടെ മദ്രസകളിലും തന്നെ പെൺകുട്ടികൾ സ്ത്രീ അക്ഷരവിദ്യ പഠിക്കുന്നുണ്ട്. 926 അൽബയാനിൽ എഴുതി എന്നാണ് സുഹൃത്ത് പറഞ്ഞത്. 926 അൽബയാൻ ഇറങ്ങിയിട്ടില്ല. ഒന്ന് അൽബയാൻ ഇല്ല അന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു പത്രത്തിൽ ഒരു ലേഖനം എഴുതിയാൽ സ്വാഭാവികമായും അതിന്റെ അടുത്ത ലക്കത്തിൽ അതിന്റെ മറുലേഖനം ഉണ്ടോ എന്നും അതിന്റെ ഖണ്ഡനങ്ങൾ ഉണ്ടോ എന്നു കൂടി പരിശോധിക്കേണ്ടതാണ്. അദ്ദേഹം തന്നെ ആ ലേഖനം കണ്ടിട്ടില്ല. രണ്ട്, സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇவ்விഷയകമായി എവിടെയെങ്കിലും എന്തെങ്കിലും പൂർവ്വകാലത്ത് എഴുതുകയോ പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പൂർവിക മഹത്തുക്കളുടെ ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിച്ച കാര്യം എടുത്ത് ഉദ്ധരിക്കുക മാത്രമല്ലാതെ സ്ത്രീകളെ പഠിപ്പിക്കരുത് എന്ന രീതിയിൽ ഒരു നയസമീപനം സമസ്ത സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ സ്വീകരിച്ചിരുന്നുവെങ്കിൽ മദ്രസത്തുൽ ബനാത്തിന് തുടക്കത്തിൽ തന്നെ അംഗീകാരം കൊടുക്കില്ല. മഹാന്മാരായ ഇപ്പൊ ഇമാം ഷാഫി തങ്ങൾ ഉമ്മ പോലെയുള്ള പൂർവീകരായ തസൗഫിന്റെ ആലിമ്യങ്ങളുടെ സൂക്ഷ്മതയുടെ ഭാഗമായി എഴുതി വെച്ച ഏതെങ്കിലും ഉദ്ധരണികൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിദ്ധീകരണങ്ങളിൽ വന്നിട്ടുണ്ടാകാം. നിങ്ങളെ വായിച്ച ലേഖനത്തിന്റെ അന്ത്യത്തിൽ തന്നെ ഉപയോഗിച്ച പദം അതിന് വളരെ ശരിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരാളുടെ അഭിപ്രായമോ അങ്ങനെ വരാനേ വഴി കാണുന്നുള്ളൂ. ഒരിക്കലും ഒരു തീരുമാനമോ മസലയോ അങ്ങനെയല്ലല്ലോ വരാറുള്ളത്. അല്ല, വഴി അത് ഒരാളുടെ അഭിപ്രായം, അത് എഴുതിയ ആളുടെ അഭിപ്രായം എന്നതുപോലെ കിതാബുകളുടെ ഉദ്ധരണി നോക്കിയാൽ സമസ്തക്കാരല്ലാത്ത പൂർവീക പണ്ഡിതന്മാർ തന്നെ സ്ത്രീകൾക്ക് എഴുത്തും വായനയും പഠിപ്പിക്കുന്നതിന്റെ ദൂഷ്യത ഉദ്ധരിച്ചത് കാണാൻ കഴിയും. പൂർവീക പണ്ഡിതന്മാരുടെ രേഖകളിൽ തസൗഫിന്റെ കാഴ്ചപ്പാടനുസരിച്ച് പണ്ഡിതന്മാർക്ക് അക്കാര്യത്തിൽ അഭിപ്രായാന്തരം സ്വാഭാവികമാണ്. പക്ഷെ സമത്വ ഒരു നയം എന്ന രീതിയിൽ മദ്രസത്തുൽ ബനാത്ത് ആരംഭിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ചരിത്രം നിങ്ങൾക്കറിയാമല്ലോ.
അപ്പോ അബ്ദുസമദ് പൂക്കോട്ടൂർ പറയുന്നത് സമസ്ത അങ്ങനെ ഒരു നയം എന്നുള്ളതിലേക്ക് തീരുമാനിച്ചിട്ടില്ല. ചില പണ്ഡിതന്മാരൊക്കെ അങ്ങനെ എഴുതിയിട്ടുണ്ട് എന്നൊക്കെ അൽബയാനിൽ പക്ഷെ എഴുതിയിട്ടുണ്ടാകാം. ഒരുപക്ഷെ അതിനുശേഷം അതിനെ എതിർത്തുകൊണ്ട് ലേഖനവും വന്നിരിക്കാം. ഇങ്ങനെ പല അഭിപ്രായ വ്യത്യാസമുള്ള വിഷയം എന്ന നിലയ്ക്ക് എഴുതിയതല്ലാതെ സമസ്ത അങ്ങനെ ഒരു നയം എന്നുള്ളതിലേക്ക് പെൺകുട്ടികളെ കയ്യെഴുത്ത് പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇയാൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഹറാമാന്ന് പറഞ്ഞിട്ടുണ്ട്, കറാഹത്താണ്, ചില സമയത്ത് ആരിലായ കാരണം എല്ലാവർക്കും ഇന്നൊരു തോന്നുന്നു ഇബൻ എന്താ ആരിലാന്ന്, ഓനൊക്കെ പഠിച്ചാളും ആയിക്കോട്ടെ, ഉസ്താദല്ലേ, നമ്മൾ ശിഷ്യനും. ആരിലായ കാരണങ്ങൾ എന്താ, പുതുതായി എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ കറാഹത്ത് ഹറാമാവും. അങ്ങനെ ഹറാമായിട്ടുണ്ട്, അത് ഞങ്ങൾ നിഷേധിക്കണില്ലല്ലോ. എന്നാൽ അൽബയാനില് കൊടുന്ന ലേഖനത്തെ കുറിച്ച് ചോദ്യം ചോദിച്ചപ്പോ ഏതെങ്കിലും പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ എടുത്തുദ്ധരിച്ചിട്ടുണ്ടാവാം. ഹറാമാവാൻ മാത്രമേ വഴി കാണുന്നുള്ളൂ എന്നാണ് പറഞ്ഞൊരു തീരുമാനം അങ്ങനെയല്ലല്ലോ. എന്നാ സമസ്തയുടെ തീരുമാനം തന്നെ കേട്ടോളൂ. സ്ത്രീകൾക്ക് കയ്യെഴുത്ത് പഠിക്കൽ ശറയിൽ മക്രൂഹാണെന്നും മറ്റും പല മഹാന്മാരായ ഉലമാക്കൾ മുമ്പ് തന്നെ തീരുമാനിച്ചിട്ടുള്ളതാകയാൽ അവർക്ക് കയ്യെഴുത്ത് പഠിക്കൽ പ്രത്യേകം പാടില്ലാത്തതാണെന്ന് ഈ യോഗം തീരുമാനിക്കുന്നു. CK മുഹമ്മദ് മൗലവി അവതരിപ്പിച്ചു, AP അഹമ്മദ് കുട്ടി മൗലവി പിന്താങ്ങി. ഇത് അൽബയാനാണ്, കണ്ടോ? അപ്പൊ അൽബയാനിൽ ഒരു പണ്ഡിത സമിതിയുടെ സമസ്ത കേരള ജമിയത്തിന്റെ യോഗ തീരുമാനമാണ്. ഏതെങ്കിലും ഒരു മൗല്യർ അങ്ങനെ എഴുതിയിട്ടുണ്ട് എന്ന് പറയല്ല, അത് യോഗ തീരുമാനമായി തന്നെ എടുത്തിട്ടുണ്ട്. പക്ഷേ സ്ത്രീ വിദ്യാഭ്യാസം വഹാബികൾ കരണം മറിഞ്ഞത് എന്തിന്? ആലിക്കുട്ടി സഖാഫി മടവൂർ അയാൾ എഴുതാണ് 2008 ഏപ്രിൽ 1-15 സുന്നി വോയ്സ് തൊയ്വാരികയിലായി എഴുതുന്നത് കണ്ടോ. സമസ്ത സ്ത്രീ വിദ്യാഭ്യാസം ഹറാമാക്കി എന്നാണ് ഇത്തരക്കാരുടെ ആക്ഷേപം. ഇത് വെറും ആരോപണം മാത്രമാണ്. സമസ്തയോ അതിന്റെ പണ്ഡിതന്മാരോ സ്ത്രീ വിദ്യാഭ്യാസം ഹറാമാക്കിയിട്ടില്ല. എന്താ വൈരുദ്ധ്യം കണ്ടോ? സുന്നി ബോയ്സ് പറയാണ് ഞങ്ങൾ ഹറാമാക്കിയിട്ടില്ല. ഇയാൾ പറഞ്ഞപ്പോ ആലിക്കുട്ടി സഖാഫി കഴിഞ്ഞല്ലോ എഴുതിയതാ, സുന്നി ബോയ്സിൽ വന്നതാ. ഇയാൾ ഇവിടെ പറഞ്ഞത് ഹറാം തന്നെയാണ്, ഞങ്ങളായി തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട് എന്ന് പറയാണ്. മാത്രമല്ല ഞാന് വിമർശനങ്ങൾക്ക് മറുപടി എന്ന 60ാം വാർഷിക സ്മരണികയിൽ അത് ഞാൻ എടുത്ത് വായിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് വരെ പറഞ്ഞ എന്താണ്, പ്രേമലേഖനം എഴുതി കളയും പെണ്ണുങ്ങൾ കയ്യെഴുത്ത് പഠിപ്പിച്ച പ്രേമലേഖനം എന്താന്ന് അറിയാത്ത കാലത്ത് പ്രേമലേഖനം എഴുതി കളയും എന്ന് പറഞ്ഞിട്ടാണ് ഇവര് പെണ്ണുങ്ങൾ കയ്യെഴുത്ത് പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. എന്നിട്ട് 60 കൊല്ലം കഴിഞ്ഞിട്ട് ഇവര് പറഞ്ഞെന്താ, മറക്കുള്ളിലിരിക്കുന്ന പെണ്ണിനും ജയിലിൽ താമസിക്കുന്ന പുരുഷനും തമ്മിൽ ബന്ധപ്പെടുന്ന രഹസ്യമായ വിനിമയമാകാൻ എഴുത്തിന് സാധ്യതയുണ്ട്. ഈ പ്രശ്നവും സാഹിത്യ പ്രശ്നവും എല്ലാം കഴിഞ്ഞ കാലത്തേക്കാൾ സങ്കീർണമാണ് ഇന്ന്. എഴുത്തിന് ഗുണമുണ്ടല്ലോ എന്ന ചോദ്യം മാത്രം ഇവിടെ പ്രസക്തമല്ല. കള്ള്, പലിശ തുടങ്ങിയ സംബന്ധിച്ചുള്ള മതപരമായ നിയമങ്ങളും ആധുനിക ഗവൺമെന്റ് എടുക്കുന്ന ചില തീരുമാനങ്ങളും പരിശോധിച്ചാൽ ഇത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ കള്ളിലൊക്കെ ഗുണല്ലേ, എന്നിട്ട് ഇസ്ലാം നിരോധിച്ചില്ലേ? അപ്പോ പെണ്ണുങ്ങൾ കത്തെഴുതി കളയും, അതന്നെയാണ് പ്രശ്നം. ഞാനിവിടെ പറഞ്ഞിരുന്നു 70കളുടെ അവസാനത്തിൽ സുലൈഖ എന്ന് പറയുന്ന പെണ്ണിനെ രവി എന്ന കാമഭ്രാന്തം കുത്തിക്കൊന്നതിനെ സംബന്ധിച്ച് അൽമുഅല്ലിമിൽ എഴുതിയത് എന്താ, സുലൈഖ രവിക്ക് കത്തെഴുതി. അതാണ് ഞങ്ങൾ പണ്ടേ പറഞ്ഞത്, പെണ്ണുങ്ങൾ കത്തെഴുതി കളയും, എഴുത്തോടിപ്പിക്കണ്ട. സമസ്തയുടെ മദ്രസകളിലേക്ക് അടുത്ത കാലം വരെ 5ാം ക്ലാസ് മീതുള്ള കുട്ടികളെ ഒരു വാതിന്റെ മൂലൊക്കെ കൊണ്ടുപോയിട്ട് ഉസ്താദ് ചോദിക്കലായിരുന്നു, ഒരു ബൂത്ത് ചോദ്യം. അങ്ങനെ ബൂത്തിനുള്ളിലാക്കി ചോദിച്ചു. അതുകൊണ്ട് പിന്നെ വേറെ കുറെ ഫിത്തന ഉണ്ടായിട്ടുണ്ട്. അപ്പിത്തന വേണ്ട എന്നിട്ട് പിന്നെ വീണ്ടും എഴുത്ത് പഠിപ്പിക്കുക ചെയ്ത്. ഇപ്പൊ വനിതാ മാസിക നടത്തുന്നു, വനിതാ കോളേജ് നടത്തുന്നു. അതിനെ സംബന്ധിച്ചാണ് ഞങ്ങൾ ചോദിച്ചത്. എന്നിട്ട് മുസ്ലിയാർ പറയാണ്, എന്നാ പിന്നെ എന്തിനാ ഇപ്പൊ സമസ്തക്കാർ ഇപ്പൊ പെൺകുട്ടികളെ പഠിപ്പിക്കണേ? അതിന് മുമ്പ് ന്യായം പറയുന്നത് കേട്ടോളിങ്ങള്. സ്ത്രീകളുടെ കയ്യെഴുത്തും സ്ത്രീകളും കയ്യെഴുത്തുമാണ്. അൽബയാൻ മാസിക കുറെ വായിച്ചു, പിന്നെ വേറെ ഏതൊക്കെ ചെറപറാന്ന് പറഞ്ഞ് വായിക്കുന്നുണ്ട്. എന്താ ഇതിന് പറയുന്നത്? പഴയ കാലത്ത് സ്ത്രീകൾക്ക് കയ്യെഴുത്ത് വായിക്കാൻ പാടില്ല എന്ന് സുന്നികൾ പറഞ്ഞിരുന്നു. ഞങ്ങൾ നിഷേധിക്കണില്ലല്ലോ. ഞങ്ങൾ വെറുതെ പറഞ്ഞതല്ല, ഞങ്ങളുടെ പണ്ഡിതന്മാർ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാഹ് തന്റെ അൽ ഫതാവൽ ഹദീസിയ എന്ന ഗ്രന്ഥത്തിൽ ഈ ഫത്വ നൽകിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് കയ്യെഴുത്ത് പഠിപ്പിക്കൽ കറാഹത്താണ്. കാരണം അത് അത്ര ഗുണമുള്ളതല്ല. എന്താ കാരണം? അത് പല തെറ്റുകൾക്കും വഴി തുറക്കും. ശരിയല്ലേ? നമ്മൾ ഇന്ന് കാണുന്നില്ലേ? പക്ഷെ പണ്ഡിതന്മാർ സമകാലികമായ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് ആരിലായ കാരണത്തിനാൽ, എന്ത് ആരിൽ ഇയാൾക്ക് എന്തോ ആവട്ടെ, ആരിലായ കാരണം കൊണ്ട് അവർ പറഞ്ഞു അത് ഹറാമ് വരെ ആയേക്കും. അങ്ങനെ തന്നെ ഉറപ്പിച്ചു പറയേണ്ടതാണ് എന്നുവരെ പണ്ഡിതന്മാർ ചർച്ചാരൂപത്തിൽ പറയുകയുണ്ടായി അൽബയാനിലൂടെ. അതിന് ഞങ്ങൾക്ക് ഒരു സംശയം, ഞങ്ങൾ നിഷേധിക്കുന്നില്ല. അപ്പൊ എങ്ങനെയുണ്ട്? എതിരാളികളും സ്കൂളിൽ പോയിട്ട് പെൺകുട്ടികൾ പേച്ചവും അവരെ ഈമാനൊക്കെ പേച്ചവും
അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞേക്കണത്. സംഗതി ഹറാം തന്നെയാണ്. അപ്പോ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സുന്നി പെൺകുട്ടികൾ നിത്യേന ഹറാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ? മതവിരുദ്ധര സ്കൂൾ ഉണ്ടാക്കി, അതുപോലെ തന്നെ മുജാഹിദീങ്ങൾ സ്കൂൾ ഉണ്ടാക്കി, അവിടെയൊക്കെ പോയിട്ട് പെണ്ണുങ്ങൾ പേച്ചോവും, ഞങ്ങളെ പെൺകുട്ടികളെ പേച്ചോണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഇപ്പോഴും ഈ രണ്ട് തിന്മയും കൂടി ഉപേക്ഷിക്കാൻ കഴിയുമെങ്കിൽ, അതായത് മുജാഹിദീങ്ങളെ കോളേജിൽ പോയിട്ട് പഠിച്ച് പേക്കുക എന്നുള്ള അത്തിന്മയും വേണ്ട, എഴുത്ത് പഠിക്കുക എന്നുള്ള ഹറാം അതും വേണ്ട. അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ പെണ്ണുങ്ങൾ പഠിക്കാതെ വീട്ടിലിരിക്കുക തന്നെയാണ് അഫ്ളല്, ഏറ്റവും നല്ലത് അത് തന്നെയാണ്. അപ്പൊ അലവി സഖാഫിന്റെ മോളും പേരോടിന്റെ മോളും കാന്തപുരത്തിന്റെ മോളും ഓലൊന്നും ഇപ്പൊ സ്കൂളിൽ പോകണം. കാരണം ഓലിക്ക് ഏതായാലും എഴുത്ത് പഠിക്കുക എന്നുള്ള ഹറാമ് ചെയ്യേണ്ട ഒരു നിർണായകമായ ബുദ്ധിമുട്ടുമില്ല, ഒരു നെറൂറത്തുമില്ല. മുജാഹിദീങ്ങളെ സ്കൂളിൽ പോയിട്ട് പേച്ചോ എന്നുള്ള പേടിയില്ല, കാരണം മക്കളല്ലേ. അപ്പൊ SYS SSF കാര്യപ്പെട്ട പ്രവർത്തകരൊക്കെ നാളെ മുതൽ പെൺകുട്ടികളെ സ്കൂളിൽ പോകൽ നിർത്തണം. കാരണം ഏറ്റവും നല്ലത് വീട്ടിൽ പോകാതെ കുത്തിരിക്കലാണ്, അല്ല വീട്ടിൽ പഠിക്കാൻ പോകാതെ വീട്ടിൽ കുത്തിരിക്കലാണ്. കാരണം ആ ഹറാമ് ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാ? മതവിരുദ്ധരുടെ സ്കൂളിൽ പോയിട്ട് ഈമാൻ പോയി പോകുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ മുജാഹിദീങ്ങളെ സ്കൂളിൽ പോയിട്ട് ജമാഅത്തിന്റെ സ്കൂളിൽ പോയിട്ട് ഈമാൻ കവർന്നെടുക്കപ്പെടുന്നു പേടിച്ചിട്ടാണ്. നോക്കാൻ നിങ്ങള് മുസ്ലിയാക്കന്മാരെങ്കിലും ഒന്ന് മാതൃക കാണിക്കണ്ടേ ഈ കാര്യത്തിൽ? എന്ത് നെറൂറത്താ സുഹൃത്തുക്കളുള്ളത്? ഒരു പെണ്ണ് ഭൗതിക വിദ്യാഭ്യാസം പഠിച്ചില്ലെങ്കിൽ ഇവിടെ എന്തോ വരുമോ? മരിച്ചു പോകുമോ? ഇപ്പൊ ഖുർആൻ ഓതാൻ പഠിക്കണം, നിസ്കരിക്കാൻ പഠിക്കണം, അല്ലെ? അതിപ്പോ ഒരു മുസ്ലിമായ ആണിനും പെണ്ണിനൊക്കെ നിർബന്ധമുള്ള കാര്യമാണ്. ഈ +2 BCom BA ഹോം സയൻസും കമ്പ്യൂട്ടർ എന്തിനെല്ലാം ഇപ്പൊ ഖുറാഫി പെൺകുട്ടികൾ പോകണം. അതിലൊക്കെ മുസ്ലിയാക്കന്മാരുടെ സ്ഥാപനം നടത്തുന്നത്. മുസ്ലിം നേഴ്സിനെ ആവശ്യമുണ്ട്.